മക്കളെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ, അതായത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ എനിക്കറിയാം, മിസ്സിനറിയാം, ഓണം എക്സാമിനൊക്കെ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്നലെ പഠിച്ചത് നമ്മൾ പലരും ഇന്ന് മറക്കുന്നവരാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചത് വെള്ളത്തിലിട്ട് കാണണം. എനിവേ, നമുക്ക് എന്തായാലും ഈ സെഷനിലൂടെ അതൊന്ന് പഠിച്ചു തീർന്നവർക്കാണെങ്കിൽ പൊടിതട്ടി എടുക്കാം. ഇനിയിപ്പോൾ പഠിക്കാത്തവർക്കാണെങ്കിൽ ഇതിന്റെ കൂടെ അങ്ങ് പഠിച്ചു പോവാം. ഇത് വളരെ സിമ്പിളാണ്. അപ്പം നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രീനെ സംബന്ധിച്ചോളം കെമിസ്ട്രിയിൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിടൽ ചടങ്ങാണ്. അതായത് ഒരു കുഞ്ഞു ആവി ഉണ്ടാവും, നമ്മൾ പേരിടൂലേ, നെയിമിങ് സെറിമണി കണ്ടെത്തൂലോ പലരുടെയും വീട്ടിൽ. അതുപോലെ തന്നെയാണ് ഒരു എലിമെന്റ്, ഒരു സാധനം വരുമ്പോൾ ഒരു കെമിക്കൽ ബോണ്ടിൽ നമ്മളൊരു കോമ്പൗണ്ടിന് പേരിട്ട് കൊടുക്കുന്നത്. നമുക്ക് ചുമ്മാ ഇങ്ങനെ നോക്കി നിന്നിട്ട് പേരിടാൻ പറ്റില്ല. അതായത് ഒരു കോമ്പൗണ്ടിനെ സംബന്ധിച്ചോളം ഇപ്പൊ നമ്മുടെ ഉപ്പിന് ഒരു സ്റ്റൈലം പേരുണ്ട്. സാധാരണ നമ്മൾ അടുക്കളയിൽ കാണുന്ന ഉപ്പിന് എന്താണ്, സോഡിയം ക്ലോറൈഡ് എന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ കെമിക്കൽ ഫോമിലൊക്കെ എഴുതി വരുമ്പോൾ അതിന് വേറെ, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് വേറൊരു നെയിമും ഉണ്ടാകും. കാരണം ഇപ്പൊ ഞാൻ പോയിട്ട് ഇപ്പൊ പുറത്ത് പോയി നിന്ന്, അല്ലെങ്കിൽ ബ്രിട്ടീഷിലാണ് അല്ലെങ്കിൽ ജർമ്മനിയിലാണ് ഞാനിപ്പോൾ പോണെങ്കിൽ ജർമ്മൻ ഭാഷയിലും എൻ്റെ പേര് കാവ്യ എന്ന് തന്നെയാണ്, എനിക്ക് വലിയ മാറ്റം വരില്ല. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ ഒരു കോമ്പൗണ്ട്, അതായത് പലയിടത്തും പല പേരാണെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും ഇത് ഏത് കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അതുപോലെ വന്നതാണ് നമ്മൾക്ക് ആ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഇങ്ങനെ പേരിടാൻ വേണ്ടി ഒരു സിസ്റ്റം നമുക്കുണ്ട്. അതായത് പൊതുവെ ഇത് കൂടുതലും ഈ പോർഷൻ വരുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലാണ്. ഞാൻ മുമ്പേ പറയാറുണ്ട്, കെമിസ്ട്രിക്കാർ ഭയങ്കര വിശാല മനസ്കരാണ്. കാരണം എല്ലാ ടൈപ്പ് ആൾക്കാരെയും അവർ ഉൾക്കൊള്ളിക്കും. കെമിസ്ട്രി ഇപ്പോൾ പറയാൻ, നിങ്ങൾ ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പാരസ്റ്റമോൾ അങ്ങനത്തെ സാധനങ്ങൾ, ഇത് ബേസിക്കലി നിങ്ങൾ കഴിക്കുന്ന ഡ്രഗ്സ് ആണ്. ഈ സാധനം പാരസ്റ്റമോൾ മെഡിസിൻസ് ഒക്കെ വരുന്നത് നമ്മുടെ ബോഡിയിലേക്ക് വന്ന് ബോഡി ആയിട്ട് റിയാക്ട് ചെയ്യും. അവിടെ ബോഡി എന്ന് പറയുന്ന സാധനം കയറുമ്പോൾ തന്നെ ബയോളജി കയറി. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്താ, നമ്മുടെ നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തന്നെ പഠിക്കാനുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിലാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റിയൊക്കെ, അതായത് നമ്മളെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നിന്നാണ് വന്നത്, വിച്ച് ഇസ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ബ്രാഞ്ചിൽ നിന്നാണ് വന്നത്. സോ കെമിസ്ട്രി ഫിസിക്സിലും ഉണ്ട്, കാണാനും പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ആ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗമുണ്ട്. അതിൽ കുറേ മാത്തമാറ്റിക്സും കാര്യങ്ങളും വരും. നെക്സ്റ്റ് വരുന്ന ഒരു സെക്ഷനാണ് ഇനോർഗാനിക് കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നോമൻക്ലേച്ചർ. ഈ ഒരു ഭാഗം, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽ കുറിച്ചാണ്. അപ്പോൾ ഈ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഡീക്കേ ആയി പോകുന്ന പ്രകൃതിദത്തമായ സാധനങ്ങളെയാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. ഈ ഓർഗാനിക് മാറ്ററിനെ കുറിച്ച് പഠിക്കുന്ന അതിലെ കെമിസ്ട്രിയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയുടെ ഈ മെയിൻ ആയിട്ടുള്ള ഘടകം എന്നൊക്കെ പറയുന്ന പോലെ സ്പന്ദനമാണ് നമ്മുടെ കാർബൺ എന്ന് പറയുന്ന എലിമെന്റ്. കാർബൺ എന്താണ് ഇത്ര കാര്യം, അതായത് കാർബൺ എന്തുകൊണ്ടാണ് നമ്മൾ കെമിസ്ട്രിക്കാർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു ബ്രാഞ്ച് തന്നെ അതിന് ഫോം ചെയ്ത് കൊടുത്തേക്കണം സ്റ്റഡീസിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു എലിമെന്റിനും ഇല്ലാത്തൊരു പ്രോപ്പർട്ടി ഈ പറയുന്ന കാർബണിനുണ്ട്. ആൻഡ് സ്റ്റിൽ ഇപ്പോഴും കാർബൺ കുറേ സ്റ്റഡീസിൽ PhD വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കാർബൺ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്, ഫുള്ളറീൻസ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് കോമ്പൗണ്ട്സ്, നാനോ കെമിസ്ട്രി വരെ കാർബണെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. എന്താണ് ഈ കാർബണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർബണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അത് കാറ്റിനേഷൻ എന്ന് പറയും. അതായത് നിങ്ങൾക്കറിയാലോ, കാർബണ് ടെട്രാ വാലൻസിയാണ്. കാർബൺ മറ്റുള്ള ഇങ്ങനെ കാർബൺ ആയിട്ട് തന്നെ ഇങ്ങനെ ലിങ്ക് ചെയ്ത് ഇങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ പോകാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ കാറ്റിനേഷൻ എന്ന് വിളിച്ചത്. ഈ ഒരു പ്രോപ്പർട്ടി കാരണം കാർബൺ ഇങ്ങനെ ചെയിൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതായത് ഒരു കാർബൺ കഴിഞ്ഞാൽ കാർബൺ മൊത്തം 4 വാലൻസി. അപ്പോൾ ഇവിടെ ഒരു കാർബണിന് വന്ന് ലിങ്ക് ചെയ്യാം, ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ചെയിൻ പോലെ ഇതിങ്ങനെ ലിങ്ക് ചെയ്ത് പോകും. ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് ഞാൻ കാറ്റിനേഷൻ എന്ന് വിളിച്ചത്. അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞു, കാർബണിനെ ലിങ്ക് ചെയ്ത് മൾട്ടിപ്പിൾ ഓഫ് ചെയിൻസ് പോലെ ഇങ്ങനെ പോകാൻ പറ്റുന്നത്. ആൻഡ് ഈ ചെയിൻസിൽ എത്ര കാർബൺ ഉണ്ട് എന്ന് ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ ഒരുപാട് ചെയിൻ പോകുമ്പോൾ, ഇതിലിപ്പോൾ ഒരു കോമ്പൗണ്ട് എടുക്കുമ്പോൾ അതിനകത്ത് മൾട്ടിപ്പിൾ ചെയിൻ ഉണ്ടാവും. അതായത് ഒരു ചെയിനിൻ്റെ സൈസ് ആയിരിക്കില്ല മറ്റേ ചെയിനിൽ. ഒരു ചെയിനിൽ 6 കാർബൺ ഉണ്ടെങ്കിൽ മറ്റതിൽ 7 കാർബൺ ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനും ഒരു കോമൺ നെയിം കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്.
ഓരോന്നിനും പേരിടാന്നുള്ളത്. കാരണം ഇതിന് അന്തമില്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാർബണൊക്കെ അതിന് ഈ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അതിനിങ്ങനെ ചെയിനായി പോയിക്കൊണ്ടിരിക്കാം. സോ ഇതിന് ഓരോത്തിനും പേരിടുക എന്നുള്ളതും ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോസിബിൾ. അങ്ങനെ വന്നപ്പോൾ നമ്മളൊരു റൂള് ഫോം ചെയ്യുവാണ്. കാർബൺ കോമ്പൗണ്ട്സിന് പേരിടാൻ വേണ്ടിയിട്ട് ഓരോ റൂൾസ് ഫോം ചെയ്തു. അതാണ് നമ്മൾ ഈ നോമൻക്ലേച്ചർ, IUPAC നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ് നമ്മൾക്ക് കാണാനുള്ളത്. ബേസിക്കലി പറഞ്ഞാൽ ഈ കാർബൺ കോമ്പൗണ്ട്സിനെ നമ്മൾ പേരിടുകയാണ്. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. ഇനി അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു കാർബണിന് ഇങ്ങനെ കുറേ ഫോം ചെയ്യാം. ടെട്രാ വാലൻസിയാണ്. ടെട്രാ വാലൻസി എന്ന് പറഞ്ഞാൽ ഒരു കാർബണിന് 4 അറ്റ് എ ടൈം ഒരു കാർബണിന് 4 പേരായിട്ട്, കാർബൺ തന്നെയാകാം, 4 പേരായിട്ട് അതിന് ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ കഴിയും. അപ്പോൾ ഈ പറയുന്ന ഒരു ചെയിനിന് മൾട്ടിപ്പിൾ സൈസുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന സൈസ് അനുസരിച്ച് ചെയിനിൻ്റെ സൈസ് നമ്മൾ നോക്കുന്ന ഒരു ചെയിനിനകത്ത് എത്ര കാർബൺ ഉണ്ട് എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഓരോ കാർബണിനനുസരിച്ച് നമ്മൾ ഓരോ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കാർബൺ ആണെങ്കിൽ ഇന്ന പേര്, 2 കാർബൺ ആണെങ്കിൽ ഇന്ന പേര്. ഇതിനെ പറയുന്നതാണ് വേർഡ് റൂട്ട് എന്ന്. അതായത് ഓരോ കാർബണിനും ഉള്ള എത്ര കാർബൺ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഒരു പേരിൽ ആഡ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഇല്ലേ, ആ പേരിൻ്റെ പോർഷനാണ് വേർഡ് റൂട്ട്. ഇപ്പം എൻ്റെ പേര് കാവ്യ KS എന്നാണ്. അപ്പം കാവ്യ K ഉണ്ട്, പിന്നെ ഒരു S ഉണ്ട്. അതുപോലെ തന്നെ കാർബണിനെ സംബന്ധിച്ച് അപ്പോൾ കാവ്യ എന്നുള്ളത് എൻ്റെ ഫുൾ നെയിമിൻ്റെ ഒരു പോർഷനാണ്. അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ കാർബണിനെ സംബന്ധിച്ചോളം ഒരു ചെയിൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം പേരുണ്ട്. അതിൻ്റെ ഒരു പോർഷനാണ് ഈ പറയുന്ന വേർഡ് റൂട്ട് എന്ന് പറയുന്നത്. ആ വേർഡ് റൂട്ട് ഡിപ്പെൻസ് ഓൺ നമ്പർ ഓഫ് കാർബൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാർബൺ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചെയിനിനകത്ത് ഒരൊറ്റ കാർബണേ ഉള്ളെങ്കിൽ അതിനെ ഞാൻ വിളിച്ച പേരാണ് മെത്ത്. ഒരൊറ്റ കാർബൺ ഉണ്ടെങ്കിൽ അത് മെത്ത് എന്ന് വരും. ഇനി 2 കാർബൺ ഉണ്ട്, എൻ്റെ ഒരു ചെയിനകത്ത് 2 കാർബൺ ചെയിൻ എന്നാണ് ഇതിനെ പറയുന്നത്. കാർബണിനെ കുറിച്ചാണല്ലോ. അപ്പോൾ കാർബൺ ഉണ്ടാക്കുന്ന ചെയിൻ കാർബൺ ചെയിനാണ്. അപ്പോൾ എൻ്റെ കാർബൺ ചെയിനിൽ 2 കാർബൺ ആണുള്ളെങ്കിൽ അതിനെ എത്തെന്ന് പറയും. ഇനി 3 എണ്ണം വന്നു കഴിഞ്ഞാൽ 3 കാർബൺ ഉണ്ടെങ്കിൽ അവിടെ പ്രൊപ്പാകും. 4 വന്നു കഴിഞ്ഞാൽ അതുപോലെ ട്രെറ്റാവും. പിന്നെ 5 വന്നാൽ പെൻറ്റാകും. ഇങ്ങനെ പറഞ്ഞ് 6 വന്നാൽ ഹെക്സാകും, 7 വന്നാൽ ഹെപ്റ്റാകും, 8 വന്നാൽ ഒക്റ്റാകും. ഇങ്ങനെ നമ്മൾ കാർബണിൻ്റെ ഓരോ നമ്പർ ഓഫ് കാർബൺസ് അനുസരിച്ച് ആണ് അത്. ഈ പറയുന്ന മെത്ത്, എത്ത്, പ്രൊപ്പ്, അതുപോലെ തന്നെ ടെട്ര, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ വേർഡ് റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാർബണ് ടെട്രാ വാലൻസിയാന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഒരു കാർബണും അങ്ങ് ലിങ്ക് ചെയ്തു. അങ്ങനെ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവനെ പിന്നെയും 3 ബോണ്ട് ഉണ്ട്. 3 ബോണ്ട് ഇവൻ്റെ ഫ്രീ ആണ്. അപ്പോൾ ഈ കാർബണിൻ്റെ ഞാനിങ്ങനെ 3 എണ്ണം ഫ്രീ ആയിട്ടിരിക്കും. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല ഈ ഒരു ബോണ്ട് യൂസ് ചെയ്ത് മാത്രമേ മറ്റൊരു കാർബണിനെ ലിങ്ക് ചെയ്യാവൂ എന്ന്. അതായത് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാർബണിലേക്ക് തന്നെ 2 ബോണ്ടിങ് വരും. അതായത് നമുക്ക് മൊത്തം 3 ബോണ്ടിങ് ഉണ്ട്. ഒരു വരയാണ് നിങ്ങൾ കാണണമെങ്കിൽ, ഒരു വരയല്ലേ കാണണേടാ, വേണ്ട, ഒരു വരയല്ലേ ഇപ്പം കാണണേ, ഒരു വരയാണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ അതാണ് നിങ്ങളുടെ സിംഗിൾ ബോണ്ട്. ഇനി 2 വരയാണ് ഒരു കാർബണിൽ, 2 വരയാണ് ഒരു ബോണ്ട്, 2 എലിമെന്റ്സ് നമ്മൾ കാണണമെങ്കിൽ 2 വര കണ്ടു കഴിഞ്ഞാൽ അത് ഡബിൾ ബോണ്ടാണ്. അങ്ങനെ വന്നാൽ 3 വരയാണെങ്കിൽ അത് ട്രിപ്പിൾ ബോണ്ടാണ്. ഇനി കാർബണും തമ്മിൽ ഇവിടെയാണെങ്കിൽ സിംഗിൾ ബോണ്ടാണ്. ഇനി ഇവിടുത്തെ കേസാണെങ്കിൽ കാർബണും തമ്മിൽ വരുന്നത് ഡബിൾ ബോണ്ടാണ്. ഇനി മൂന്നാമത്തെ കേസ് പറഞ്ഞാൽ കാർബണും തമ്മിൽ എനിക്ക് ട്രിപ്പിൾ ബോണ്ട് വരും. ഇങ്ങനെ 3 ബോണ്ട് വരുന്നതനുസരിച്ച്, അതായത് ബോണ്ടിങ്ങിന്റെ എണ്ണം അനുസരിച്ച്, സിംഗിൾ ബോണ്ടാണോ, ഡബിൾ ബോണ്ടാണോ, ട്രിപ്പിൾ ബോണ്ടാണോ, ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് വീണ്ടും ഒരു പേര്, അതായത് വീണ്ടും നമ്മൾക്ക് പേര് മാറ്റം വരും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബോണ്ട് സിംഗിൾ ബോണ്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ എയിൻ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. അതായത് നമ്മൾ പേരിൻ്റെ അവസാനം എയിൻ എന്നുള്ളൊരു പേര്, ANE, എയിൻ എന്ന് പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്യണം. ഇത് ഞാൻ എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ച് മനസ്സിലാവും, ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നുള്ളൂ. എയിൻ എന്നാണ് വരിക. ഇനി 2 ഡബിൾ ബോണ്ട് എലിമെന്റ്സ് തമ്മിൽ 2 ഡബിൾ ബോണ്ട്, കാർബൺ തമ്മിൽ 2 ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള സബ്സ്റ്റൻസ് നമ്മളെയാണ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയും.
അപ്പോൾ ആദ്യത്തെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സാച്ചുറേറ്റഡ് ആൻഡ് രണ്ട് വരുന്നത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഡബിൾ ബോണ്ട് ആണെങ്കിൽ നിങ്ങൾ നോമൻക്ലേച്ചർ എഴുതുമ്പോൾ ഈ എന്നെയാണ് അവസാനം ചേർക്കേണ്ടത്. നമ്മൾ പറഞ്ഞാൽ വാലായിട്ട് ചേർക്കുക, ഇനീഷ്യൽ എന്ന് പറയാം. അപ്പോൾ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈ എന്നെയാണ് ചേർക്കേണ്ടത്. ഇനി ട്രിപ്പിൾ ബോണ്ടിൻ്റെ കേസ് ആണെങ്കിൽ നമ്മൾ ചേർക്കേണ്ടത് YNE ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ ആദ്യം എന്താണ്, കാർബൺ ഇങ്ങനെ ഒരു ചെയിൻ ആക്കി നമുക്ക് നിർത്താൻ പറ്റും. അപ്പം നമ്പർ ഓഫ് കാർബണിൻ്റെ എണ്ണം അനുസരിച്ച് ആ ചെയിനിന് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കാർബൺസ് ഇൻ ദാറ്റ് കാർബൺ ചെയിൻ നമ്മൾ എന്താണ് മെത്ത്, എത്ത്, പ്രൊപ്പ്, പെൻറ്റ് അങ്ങനെ പറഞ്ഞ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 എണ്ണം വരുമ്പോൾ പെൻറ്റ് ആണ്, 6 എണ്ണം വന്നാൽ ഹെക്സ് ആണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ കാർബണിൻ്റെ ഉള്ളിലെ ചെയിൻ വെച്ചിട്ട്, അതായത് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണോ, ആ ചെയിൻ വെച്ചിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ ചെയിൻ ആണെങ്കിൽ എന്ന് പറയുക, ഡബിൾ ചെയിൻ ആണെങ്കിൽ എന്ന് പറയുക, ട്രിപ്പിൾ ആണെങ്കിൽ YNE എന്ന് പറയുക. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. CH3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഞാനിവിടെ എഴുതി. അതായത് ഇത് ഞാൻ കുറച്ച് സ്ട്രക്ചറായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിയും അത് 4 വാലൻസി ഉണ്ട് ആ കാർബണിന് ചുറ്റും. ഈ 4 എണ്ണത്തിലേക്കും ഹൈഡ്രജൻ വന്ന് ബോണ്ടായി. അതായത് ഒരു കാർബൺ 4 ഹൈഡ്രജനിലേക്ക് ബോണ്ടായി. ഇതാണ് നമ്മുടെ CH3 എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരെന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എത്ര കാർബൺ നിങ്ങൾക്ക് കാണാൻ കഴിയണ്ടടാ? ഒരു കാർബണേ ഉള്ളൂ. ഒരു കാർബൺ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് കൊടുക്കാനാ പറഞ്ഞേ? മെത്ത് എന്ന് കൊടുക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ കാർബൺ ഹൈഡ്രജനിലേക്ക് ബോണ്ട് അയക്കുന്നത് എന്താണ്? ഇവിടെ കാർബൺ തമ്മിൽ ഉള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഉള്ളൂ, ആൻഡ് ഹൈഡ്രജൻ ആയിട്ട് ബോണ്ട് ആയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ ബോണ്ട് വെച്ചിട്ടാണ്, അതായത് സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണ്. സിംഗിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എയിൻ എന്ന് കൊടുക്കണം. അപ്പം ഇതിൻ്റെ പേരെന്താണ്? മെത്തീൻ എന്നാണ് പേര്. ഇനി ഞാൻ വേറൊരെണ്ണം വെച്ചുതരാം. ഇവിടെ 2 കാർബൺ ഞാൻ വരയ്ക്കുകയാണ്. ആൻഡ് ഇവിടെ CH3 എന്നിട്ടും ഇയാളുടെ പേരെന്താന്ന് നമുക്ക് നോക്കാം. ഇവിടെ എത്ര കാർബൺ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്? 2 കാർബൺ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം 2 പേര് വന്നാൽ ഞാൻ എന്ത് കൊടുക്കാനാ പറഞ്ഞത്? എത്തെന്ന് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ എത്ര ബോണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഒരൊറ്റ സിംഗിൾ ബോണ്ടാണ് ഇവിടെ ഉള്ളൂ. കാർബണും കാർബണും തമ്മിൽ ഒരൊറ്റ ഒരൊറ്റ ബോണ്ട് ഉള്ളൂ. അങ്ങനെ ഒരൊറ്റ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എഗെയിൻ നമ്മൾ കൊടുക്കുന്ന അവാല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിൻ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈതേൻ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ മെത്തേനും കണ്ടു, ഈതേനും കണ്ടു. വേറൊരു എക്സാമ്പിളും കൂടെ ഞാൻ കാണിച്ചു തരാം. CH2 ഇതിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കേ, CH2 ഇതിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാർബണും കാർബണും തമ്മിൽ 2 ബോണ്ട് ഉണ്ട്. എന്താണ്? 2 ബോണ്ടല്ല, ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് കാർബൺ എത്ര എണ്ണം ഉണ്ട്? 1. അതുപോലെ തന്നെ 2 വന്നുകൊണ്ട് ഞാൻ എത്തുന്ന എഴുതി. ഇനി 2 ബോണ്ട് ഉള്ളതുകൊണ്ട് 2 ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഞാൻ എന്ത് എഴുതും? എന്ന് എഴുതണം. അതായത് സിംഗിൾ ബോണ്ട് വന്നാൽ എയിൻ ആണ്, ഡബിൾ ബോണ്ട് വരുമ്പോൾ എന്ന് എഴുതണം. അപ്പം ഇത് എത്തീൻ എന്ന് വായിക്കും. എന്താണ്? എത്തീൻ എന്ന് വായിക്കും. അപ്പം നമ്പർ ഓഫ് ബോണ്ട്സ്. ഇനി ഒരു എക്സാമ്പിളും കൂടെ എഴുതാം. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ CH ട്രിപ്പിൾ ബോണ്ട് CH. ഇവിടെ അഗെയിൻ 2 കാർബൺസ് ഉള്ളൂ. സോ ഞാൻ ഇട്ടെന്നിട്ടു. ഇവിടെ എന്താ? 3 ബോണ്ട് ഉണ്ട്. കാർബണും കാർബണും തമ്മിൽ 3 ബോണ്ട് എന്ന് ഞാൻ പറയുന്നത് ട്രിപ്പിൾ ബോണ്ട് ആട്ടോ, അല്ലാണ്ട് 3 ബോണ്ട് ഉണ്ടെന്നല്ല. കാർബണും കാർബണും തമ്മിൽ 3 ബോണ്ടാണ് വന്നേക്കുന്നത്. അതായത് ട്രിപ്പിൾ ബോണ്ടാണ് ഫോം ചെയ്തേക്കുന്നത്. ട്രിപ്പിൾ ബോണ്ട് വരുന്ന കേസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു YNE ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വരും എത്തൈൻ എന്ന് വായിക്കും ഇതിനെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോണ്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഈതറും എത്ത് മാത്രം, അതായത് 2 കാർബൺ മാത്രമേ കൺസിഡർ ചെയ്തു. അത് നമുക്ക് മുമ്പോട്ട് നോക്കുമ്പോൾ പോകാം. ഞാൻ വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. നമുക്ക് വേറെ എക്സാമ്പിൾസിലേക്കൊക്കെ കയറാം, റൂൾസും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇത് സിമ്പിളാക്കി ഇത്രയും മനസ്സിലാക്കുക. നമ്മൾക്ക് 2 രീതിയിലേക്ക് വരും. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അത് അൺസാച്ചുറേറ്റഡ് ആണ്. സിംഗിൾ ബോണ്ട് വന്നാൽ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്.
സിംഗിൾ ബോണ്ട് വരുവാണെങ്കിൽ കാർബണും ആദ്യം നമ്മൾ നോക്കുക എത്ര ബോണ്ട് ഉണ്ട് നോക്കുക. അതായത് നിങ്ങളുടെ ചെയിനിൽ എന്ത് ബോണ്ടാണെന്ന് നോക്കുക. അതൊരു സിംഗിൾ ബോണ്ടാണ് തന്നേക്കണമെങ്കിൽ നമ്മുടെ വേർഡ് റൂട്ടും പ്ലസ് എന്താണ് നമ്മളുടെ മറ്റേ എന്ത് വേർഡ് റൂട്ട് സിംഗിൾ ബോണ്ടിന്റെ കേസ് ആണെങ്കിൽ ANE എന്നുള്ള സഫിക്സും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഡബിൾ ബോണ്ടാണ് തരണമെങ്കിൽ, അതായത് നിങ്ങളുടെ കാർബൺ ചെയിനകത്ത്, കാർബൺ ചെയിൻ ഈ പറയുന്ന ഇതേൻ മാത്രമല്ല കേട്ടോ, 5 വന്നു കഴിഞ്ഞാൽ കാർബൺ ഒക്കെ പെൻറ്റെയിൻ ഒക്കെ വരും. അപ്പോൾ നിങ്ങളുടെ വേർഡ് റൂട്ടിനകത്ത് ഇനിയിപ്പോൾ 5 കാർബൺ, അതായത് എത്ര കാർബൺ ഉണ്ടെന്ന് ഫസ്റ്റ് നോക്കുക. അപ്പോൾ വേർഡ് റൂട്ടിനകത്ത് ഡബിൾ ബോണ്ട്, ആ ചെയിനകത്ത് ഡബിൾ ബോണ്ട് കാണുവാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട സഫിക്സ് എന്ന് പറയുന്നത് ENE എന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു അങ്ങനെ 2 ENE എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് എത്തീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടി. ഇനി ഇപ്പോൾ കാർബൺ ചെയിനകത്ത് 3 ബോണ്ട്, അതായത് ട്രിപ്പിൾ ബോണ്ട് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളുടെ വേർഡ് റൂട്ട് പ്ലസ് YNE എന്ന് പറഞ്ഞ് ഉള്ള സഫിക്സും കൂടെ ആഡ് ചെയ്യണം. ഇത്രയാണ് കാര്യങ്ങൾ. ഇതെല്ലാം വർക്ക് ആവുന്നത് ഹൈഡ്രോ കാർബൺസ്, അതായത് കാർബൺ ഹൈഡ്രജൻ വരുന്ന കേസുകളിലാണ്. ഇനിയും മൾട്ടിപ്പിൾ കേസ്, അതായത് ഇതിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ ആഡ് ആകും. അപ്പോൾ വരുമ്പോൾ കുറച്ചുകൂടെ സംഭവങ്ങൾ കോംപ്ലക്സ് ആയി മാറും. പക്ഷെ പേടിക്കേണ്ട, ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ റൂൾ നമ്പർ 2 റൂൾ ഞാൻ ഇവിടെ വെച്ച് പറയുകയാണ്. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് നമുക്ക് കാർബണിന് എത്ര കാർബൺ ഉണ്ടെന്ന് നമ്മൾ ഫസ്റ്റ് ഒരു ചെയിനകത്ത് നിങ്ങൾ എപ്പോൾ കണ്ടുകഴിഞ്ഞാൽ ആദ്യത്തെ റൂൾ ഇതാണ്, എത്ര കാർബൺ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഒരു ലോങ് ചെയിൻ തന്നു കഴിഞ്ഞാൽ എത്ര കാർബൺ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ആ കാർബൺ എത്ര ബോണ്ട് ഉണ്ടെന്ന് അതിന് നോക്കുക. അതായത് കാർബൺ സിംഗിൾ ബോണ്ടഡിലാണോ ആ ചെയിനകത്ത്, അല്ലെങ്കിൽ ഡബിൾ ബോണ്ടാണോ, അങ്ങനെ നോക്കുക. അത് രണ്ടെണ്ണമാണ് ആദ്യത്തെ റൂൾസ് നിങ്ങൾക്ക് കാണേണ്ടത്. എന്നാലാണ് നിങ്ങൾക്ക് സഫിക്സ് ചെയ്ത് ആഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുക. സോ നമ്മൾ കുറച്ച് മുമ്പ് അങ്ങനെ ഞാൻ ഒരു ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു, ഡബിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണമെന്നൊക്കെ ഒരു ഔട്ട്ലൈൻ ഞാൻ തന്നാണ്. നമുക്ക് ശരിക്കും അങ്ങോട്ടങ്ങ് അതായത് പ്രോബ്ലംസ് ഈ ചാപ്റ്റർ നമുക്ക് ഇങ്ങനെ ലൈക്ക് കൺസെപ്റ്റ് പോലെ ഇങ്ങനെ പറഞ്ഞു വയ്ക്കാൻ പറ്റില്ല, നിങ്ങൾ ചെയ്തേ പഠിക്കുള്ളൂ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾസ് വെച്ചിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പറയേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് അത് ഇതാക്കി പറഞ്ഞുതരാം. പിന്നെ ഞാൻ വേർഡ് റൂട്ട് നിങ്ങളോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തന്നാണ്, ഞാനതൊന്ന് കുറച്ചൊന്ന് ബോർഡിൽ അങ്ങ് എഴുതിയിട്ടിട്ടുണ്ട്. വേർഡ് റൂട്ട് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നെ, ലൈക്ക് വേർഡ് റൂട്ടിന് എന്തൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. അതായത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ വേർഡ് റൂട്ട്, അതിന് എന്ത് വേർഡ് റൂട്ടാണ് കൊടുക്കണ്ടേ എന്ന് പറയുന്നത്. അതായത് കാർബൺ ആറ്റം 1 ആണെങ്കിൽ അത് മെത്ത് എന്ന് പറയണം. അതുപോലെ തന്നെ കാർബൺ ആറ്റം 2 ആണെങ്കിൽ അതിനെ എത്ത് എന്നാണ് നമ്മൾ പറയുക. കാർബൺ ആറ്റം 3 വന്നാൽ അത് പ്രൊപ്പ്, ആൻഡ് കാർബൺ ആറ്റം 4 വന്നാൽ ബട്ട് എന്ന് പറയാൻ തോന്നും, പക്ഷെ നിങ്ങളത് പറയരുത്, കാരണം ബ്യൂട്ട് എന്നാണ് പറയേണ്ടത്. എന്താണ് ബ്യൂട്ട് എന്ന്. ഓക്കെ, അതുപോലെ തന്നെ 5 വരുമ്പോൾ പെൻറ്റ് ആണ്. അതായത് 5 കാർബൺ ഒരു ചെയിനകത്ത് വന്നു കഴിഞ്ഞാൽ പെൻറ്റ് എന്നാണ് പറയേണ്ടത്. 6 വന്നാൽ ഹെക്സ്, 7 വന്നാൽ ഹെപ്റ്റ്, 8 വന്നു കഴിഞ്ഞാൽ ഒക്ട്, 9 വന്നാൽ നൺ, 10 വന്നാൽ ഡെക്ക്. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലാസ് ആയതുകൊണ്ട് ഇത് 10 വരെ നോക്കിയാൽ മതി. 10 വരില്ല, കൂടുതലും ഹെക്സ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഹെപ്റ്റൊക്കെയാണ് വരുള്ളൂ. ഇനി നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. അതായത് ഞാനൊരു 4 കാർബണിന്റെ ചെയിൻ വരച്ചേക്കുവാണ് ഇവിടെ. അതായത് CH3, അതുപോലെ തന്നെ CH2, പിന്നെ വരുന്നത് CH3, ആൻഡ് ഫൈനലി ഞാൻ ഇവിടെ ഒരു CH3 കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോളണേ. അതായത് ഇവിടെ ആരൊക്കെയുണ്ട് നമുക്ക് മൊത്തം, ഇവിടെ ഞാൻ നിങ്ങൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിലെല്ലാം ഒരൊറ്റ സിംഗിൾ ചെയിൻ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഞാൻ ഇങ്ങോട്ടേക്കും സീൻ്റെ കോമ്പൗണ്ട്സ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യമില്ലാണ്ട് ഞാനൊരു താഴത്തേക്കും കൂടെ ഒരെണ്ണത്തെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ താഴത്തേക്ക് ഒരു ഷോർട്ടായിട്ട് എന്തെങ്കിലും കുറച്ച് വഴി, ഇപ്പം CH3 ആവാം, മേ ബി ഞാൻ CH2 CH3 ആവാം, അങ്ങനെ താഴത്തേക്ക് ഏതെങ്കിലും ഒരു കാർബണിന്റെ മേളിൽ നിന്ന് ഒരു റൂട്ട് പോലെ ഇങ്ങനെ പോകുന്നതാണ്. ഇപ്പോൾ ഒരു ട്രീ നിങ്ങൾ കൺസിഡർ ചെയ്യുക അല്ലേ, ഇത് മരം. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ മരത്തിന് ശിഖരങ്ങൾ വരയ്ക്കും അല്ലേ. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് ആ മരത്തിന്റെ ട്രങ്ക് എന്ന് പറയുന്നത്. ആൻഡ് അതിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഈ ശിഖരത്തെ, ഇതിന് നമ്മൾ എന്താ പിടിച്ചത്, ഇതിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കെമിസ്ട്രീൻ്റെ അകത്ത് ഒരു കാർബൺ ചെയിൻ വരച്ചിട്ട് അതിൻ്റെ ഒരു ഇതുപോലെ തന്നെ ഷോർട്ടായിട്ടുള്ള ഇങ്ങനെ വരുന്ന, ഇതിപ്പോൾ ഇപ്പം CH3 ഇരിക്കുന്ന പോലെ വരുന്ന ഷോർട്ടായിട്ടുള്ള വേറൊരു ചെയിനിനെയാണ് നമ്മൾ
കാർബൺ ചെയിൻ ഇങ്ങനെ ലിങ്ക് ചെയ്ത് വരുന്ന ചെയിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതായത് ഒരു കോമ്പൗണ്ടിനകത്ത്, ഒരു ഹൈഡ്രോകാർബൺ കോമ്പൗണ്ടിനകത്ത് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയിൻ, ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയിൻ ആണ് നമ്മുടെ എന്താ പറയുക മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏതാണ് ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് കിട്ടിയാൽ അതിനെ നെയിം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തത് മെയിൻ ചെയിൻ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തായിരിക്കും അതിൻ്റെ മെയിൻ ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള ചെയിൻ ഏതോ അതാണ് നമ്മളുടെ മെയിൻ ചെയിൻ. ഏതാണ് ഏറ്റവും കൂടുതൽ കാർബൺസ്? ഹൈഡ്രോ കാർബൺസിൻ്റെ കേസിലാണ് പറയുന്നത്, കാരണം ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ വരും. സോ ഹൈഡ്രോ കാർബണിൻ്റെ കേസിൽ അത് സാച്ചുറേറ്റഡ് ആവട്ടെ അൺസാച്ചുറേറ്റഡ് ആവട്ടെ, ഹൈഡ്രോ കാർബൺസിൻ്റെ കേസിനകത്ത് ഏറ്റവും കൂടുതൽ കാർബൺസ് ഉൾക്കൊള്ളുന്ന ചെയിൻ ഏതോ ആ ചെയിനിനെയാണ് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ കാർബണിൻ്റെ മെയിൻ ചെയിൻ ഏതായിരിക്കും? എൻ്റെ ഈ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇത്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 4 കാർബൺ ഉണ്ട് അല്ലേ? ഇവിടെയാണെങ്കിലോ, അതായത് ഇതൊരു ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യും പാവം. അപ്പൊ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതെന്ത് ചെയിനാണ്? ഇതിന്റെ മെയിൻ ചെയിൻ ആയിട്ട് ഈ ലിങ്ക് ചെയ്തിരിക്കുന്ന ചെയിനെ നമ്മൾ എന്താ വിളിച്ചത്? ബ്രാഞ്ച് എന്ന് വിളിക്കും. കാരണം ഇവിടെ ഒരൊറ്റ കാർബൺ ഉള്ളൂ. 4 വലുത് 1 വലുത്? ഇപ്പൊ 4 വലുത്. അപ്പൊ 4 കാർബൺസ് ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് ഈ ഒരെണ്ണം വന്ന് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഇതിനെ നമ്മൾ ബ്രാഞ്ച് ആയിട്ടും കൺസിഡർ ചെയ്തു. ഇതാണ് നമ്മുടെ നോമൻക്ലേച്ചറിലെ ഫസ്റ്റ് റൂള്, ഐഡന്റിഫൈങ് ദ മെയിൻ ചെയിൻ. അത് നമ്മളിവിടെ കൺസിഡർ ചെയ്ത് കളഞ്ഞു. ഇനി നെക്സ്റ്റ് വരേണ്ടത് നമുക്ക് നമ്പറിങ് ആണ്. ഞാൻ നമ്പറിങ് റെഡ് കളറിൽ മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്പറിങ് ഓഫ് കാർബൺ ആണ്. ഇതിൻ്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം മെയിൻ ചെയിൻ ഇതാന്ന് പറഞ്ഞു, 4 കാർബൺ ഉണ്ടെന്നും പറഞ്ഞു. അപ്പം ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എനിക്ക് നമ്പർ ചെയ്യണം ഈ കാർബൺസിന്. അതായത് എവിടെ വെച്ചിട്ടാണ് എനിക്ക് ബ്രാഞ്ച് വന്നത് എന്നറിയാൻ വേണ്ടി എനിക്കിത് 2 രീതിയിൽ നമ്പർ ചെയ്യാം. ഒന്നെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് എനിക്ക് നമ്പർ ചെയ്യാം. 1 2 3 4 എന്ന് പറഞ്ഞ് എനിക്ക് നമ്പർ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് തിരിച്ച് നമ്പർ ചെയ്യാം, 1 2 3 4 അങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ ചെയ്യാം. എന്തായിരിക്കും ഞാൻ നമ്പർ ചെയ്യാൻ, ഏത് സൈഡാണ് ചൂസ് ചെയ്യേണ്ടത്? അതാണ് സെക്കൻഡ് ടാസ്ക്. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബ്രാഞ്ചില്ലേ ആ ബ്രാഞ്ചിന് ലീസ്റ്റ് നമ്പർ കിട്ടണം. അതായത് നിങ്ങളുടെ ബ്രാഞ്ച് ഏതോ ആ ബ്രാഞ്ചിനകത്ത് ലീസ്റ്റ് നമ്പർ കൊടുക്കണം. ആ രീതിയിൽ അതങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 നമ്മളെപ്പോഴും മെയിൻ ചെയിൻ ആണ് നമ്പർ കൊടുക്കാറുള്ളൂ, ബ്രാഞ്ചിന് കൊടുക്കില്ല. സോ ഇവിടെ നിന്ന് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാർബണിന്റെ നേരെയാണ് നമ്മുടെ ബ്രാഞ്ച് വരുന്നത്? 3. അപ്പൊ ഈ 3 ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രാഞ്ചിന്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഞാൻ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബ്രാഞ്ചിന് 3 ആണ് നമ്പർ കിട്ടുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റിൽ നിന്നും, ഞാൻ വേറൊരു കളറിൽ കിടക്കാം, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നമ്മൾ നമ്പർ ചെയ്തു. അപ്പൊ എന്താ 1 2 3 4 ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നമ്പർ ചെയ്തപ്പോൾ എൻ്റെ ബ്രാഞ്ച് ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്താം. എൻ്റെ ഈ ബ്രാഞ്ചിന് 2 എന്ന് പറയുന്ന നമ്പറാണ് കിട്ടിയത്. 2 ആണോ 3 ആണോ വലുത്? 3 ആണ് വലുത് വരുന്നത്. ഇപ്പൊ 2 ചെറുതാണ്. ഞാൻ പറഞ്ഞ പ്രകാരം ലീസ്റ്റ് നമ്പർ വേണം ബ്രാഞ്ചിന് കിട്ടാൻ, ബ്രാഞ്ച് ഉള്ള കേസിലാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് നമ്പർ വരുന്നത് ഈ 2, ഈ കണ്ടീഷനിൽ 2 ആയതുകൊണ്ട് എനിക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കുള്ളതാണ് എൻ്റെ കറക്റ്റ് നമ്പറിങ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് റൂൾ ഇതാണ്, നിങ്ങൾ നമ്പർ ചെയ്യാൻ. അതായത് ആദ്യത്തെ റൂള് നിങ്ങൾ ഫസ്റ്റ് മെയിൻ ചെയിൻ, അതായത് ബ്രാഞ്ച് ഉള്ള ഒരു സംഭവം, ഒരു ബ്രാഞ്ചഡ് ആയിട്ടുള്ള ബ്രാഞ്ചും ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒരു ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏതാണ് ബ്രാഞ്ച് ഏതാണ് മെയിൻ ചെയിൻ ഫസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഏറ്റവും കൂടുതലുള്ള കാർബൺ ഉള്ളതായിരിക്കും അതിൻ്റെ മെയിൻ ചെയിൻ, ലീസ്റ്റ് ഉള്ളതായിരിക്കും ബ്രാഞ്ച്. ചിലപ്പോൾ ഈ ഒരു ബ്രാഞ്ച് ആയിരിക്കില്ല, മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഒക്കെ വരും. അങ്ങനെ വന്നാലും എങ്ങനെ വന്നാലും ഏറ്റവും കൂടുതൽ, അതായത് ലീസ്റ്റ് നമ്പർ, ഇപ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ബ്രാഞ്ചിൻ്റെ കാര്യം പറയാം, ഏറ്റവും ലീസ്റ്റ് നമ്പർ ആയിരിക്കണം ആ ബ്രാഞ്ചിന് കിട്ടേണ്ടത്. ബ്രാഞ്ച് ഉള്ള ആ കാർബണ് ഏറ്റവും ലീസ്റ്റ് നമ്പറാണ് കിട്ടേണ്ടത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ റൂള്. അതും ക്ലിയർ ആയില്ലേ? ഇനി
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിന് നമ്മളൊരു പേര് കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യത്തെ റൂള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ മെയിൻ ചെയിൻ ഏതാണെന്ന് പഠിച്ചു, സെക്കൻഡ് നമ്മൾ അതിനെ നമ്പർ ചെയ്തു, ആൻഡ് നമ്മുടെ ബ്രാഞ്ചിന് ഇപ്പം ലീസ്റ്റ് നമ്പർ കിട്ടി. ഇനി നമ്മൾ മൂന്നാമത് നോക്കാൻ പോകുന്നത് ഈ ബ്രാഞ്ചിന് ഒരു പേര് വേണം അല്ലേ. ഇവിടെ ബ്രാഞ്ചും ഒരു ഹൈഡ്രോ കാർബണാണ്. ഇവിടുത്തെ ആരാണിത്? ഇതൊരു ഇവിടെ കാണിച്ച ഒരു കാർബൺ ഉള്ളൂ. സോ മീഥെയ്ൻ ആണ് ഈ പറയുന്ന സാധനം. ഈ ബ്രാഞ്ചുകൾ എപ്പോഴും ഒന്നുകിൽ ആൽക്കൈൽ കോമ്പൗണ്ട്സ് ആണ്. ആൽക്കൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ഹൈഡ്രോ കാർബൺസ് തന്നെ ഈ CH3 എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്, മീഥെയ്ൻ ആണ്. സോറി, CH4 മീഥെയ്ൻ ആണ്. അതായത് നമ്മുടെ കാർബന്റെ വാലൻസി എത്രയാ? 4 ആണ്. അപ്പൊ 4 ഹൈഡ്രജൻ ആയിട്ട് ബോണ്ട് വരുമ്പോൾ ആണ് നമുക്ക് മീഥെയ്ൻ ആവുന്നത്. ഇനി സപ്പോസ് ഇതിനകത്ത് ഒരു ഹൈഡ്രജനെ ഞാൻ റിമൂവ് ചെയ്തു, അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്തായി? കാർബന്റെ ഒരു ബോണ്ട് അങ്ങനെ ഫ്രീ ആയി കിട്ടി. ഈ ബോണ്ടിൽ വന്ന് മറ്റൊരു കാർബണ് വന്ന് ലിങ്ക് ആക്കാം. ഇങ്ങനെ വരുന്ന ഈ ഒരു കേസിൽ ഇത് വരുമ്പോൾ ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. അതായത് ഇതിൻ്റെ ഇപ്പോൾ കെമിക്കൽ ഫോമിൽ വരുമ്പോൾ CH3 എന്ന് വരും. ആൻഡ് ഈ CH3 എന്ന് പറയുന്നത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. അങ്ങനെ ഒരു ഹൈഡ്രോ കാർബൺ എടുത്താൽ ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് അതിനെ ഫ്രീ ആക്കുമ്പോൾ ആ സെഷൻ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് പറയും. ഇതിനെ നമ്മൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ മീഥെയ്ൻ മാറിയിട്ട് ഇത് ആരാകും? മീഥൈൽ ഗ്രൂപ്പായി മാറും. ആരാകും? മീഥൈൽ ഗ്രൂപ്പായി വരും. കാരണം ഇവിടെ ഒരു H പോയി, ആ Hന്റെ അവിടെ ഫ്രീ ആണ്. അപ്പൊ അത് കാർബണിലേക്ക് ലിങ്ക് ചെയ്യാൻ ആ ബോണ്ട് അവിടെ ഫ്രീ ആണ്, അത് പോയി കാർബൺ ആയിട്ട് ലിങ്ക് ചെയ്യും. ചിലപ്പോൾ അത് ബ്രാഞ്ച് ആയിട്ട് മാറും. ഇവിടെ അതാ നടന്നത്. ഇവിടെ കണ്ടോ, CH3 ആണുള്ളൂ. അപ്പോൾ ഒരു കാർബൺ 3 ഹൈഡ്രജൻ ആയിട്ട് ലിങ്ക്ഡ് ആണ്. ആൻഡ് ഒരെണ്ണം ഈ കാർബണിലേക്ക് കൊണ്ട് ഒരു ബോണ്ട് ഫ്രീ ആയതുകൊണ്ട് ആ ബോണ്ട് ചെന്ന് കാർബൺ ആയിട്ട് സെറ്റ് ചെയ്ത് അതൊരു ബ്രാഞ്ച് ആയിട്ട് മാറി. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇതൊരു ആൽക്കൈൽ കോമ്പൗണ്ട് ആണ്. ആൻഡ് എന്ത് ആൽക്കൈൽ കോമ്പൗണ്ട് ആണ്? ഇത് വന്ന് ഒരു മീഥൈൽ കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എൻ്റെ ബ്രാഞ്ച് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ അതിന് ലീസ്റ്റ് നമ്പർ കൊടുക്കുന്ന പോലെ നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന നമ്മുടെ ബ്രാഞ്ച് ഏതാണോ അതിൻ്റെ കോമ്പൗണ്ട്, ആ ബ്രാഞ്ചിന്റെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്, വിച്ച് ഇസ് മീഥൈൽ. മീഥൈൽ ആണെങ്കിൽ മീഥൈൽ. ഇനിയിപ്പോൾ ഇവിടെ CH2 CH3 ആണെങ്കിൽ, അതായത് 2 കാർബൺ ഉണ്ടെങ്കിൽ സെയിം തിങ്, CH4 ഒരു ഹൈഡ്രജൻ അവിടെ റിമൂവ് ആവുകയാണ്. അപ്പം അത് ഈഥൈൽ എന്ന് ആയിരിക്കും. അങ്ങനെ നമുക്ക് പ്രൊപ്പൈൽ, ഐൽ എന്ന് പറയണം, YL എന്ന് പറയണം, നമ്മൾ എയിൻ മാറ്റിയിട്ട് ഇടണം. അങ്ങനെ വരുമ്പോൾ പ്രൊപ്പൈൽ ഉണ്ട്, ബ്യൂട്ടൈൽ ഉണ്ട്. സോ നിങ്ങളുടെ ബ്രാഞ്ച് എത്രയാണോ ആ ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ടോ അതനുസരിച്ചാണ് നിങ്ങൾ നെയിം കൊടുക്കേണ്ടത്. അതാണ് ഇവിടുത്തെ മൂന്നാമത്തെ റൂള് നമ്മൾ പറയുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പ്. ഇനി നമ്മൾ അങ്ങനെ മീഥൈൽ ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ബ്രാഞ്ച് ഏതാണ് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ ആ ബ്രാഞ്ചിന് ഒരു പേര് കൊടുത്തു. ഇനി സെക്കൻഡ് കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പേര് എഴുതാം. അപ്പൊ മെയിൻ ചെയിൻ്റെ കാർബൺ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ലീസ്റ്റ് നമ്പർ നോക്കണം. അപ്പോൾ ഇതിന്റെ പേര് വരുന്നത് 2-methyl. ഇവിടെ മെയിൻ ചെയിനിൽ 4 കാർബൺ ഉള്ളതുകൊണ്ട് ബ്യൂട്ടായിരിക്കും. അതുപോലെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിനെന്ന് ചേർക്കാം. ഓക്കെ, 2-methyl butane ആണ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും, ഞാനൊരു ഹൈഫൺ ഇവിടെ ഇട്ടേക്കുന്നത്. അതെന്തിനാ ഞാനിവിടെ ഹൈഫൺ ഇട്ടത്? എനിക്ക് വല്ല കാര്യമുണ്ട് ഇവിടെ ഹൈഫൺ ഇടേണ്ട? കാരണം ഞാൻ ഇവിടെ ഒന്നും ഹൈഫൺ ഇട്ടില്ലല്ലോ. ഈ 2 എഴുതിയിട്ട് ഞാനൊരു ഹൈഫൺ ഇട്ടു. ഇതാണ് IUPAC. IUPAC എന്ന് പറയുന്നത് ഒരു ഫോമാറ്റ് ഉണ്ട് നമുക്ക് IUPAC നോമൻക്ലേച്ചറിൽ. ആ ഫോമാറ്റ് പ്രകാരം നമ്മളൊരു നമ്പറും ആൽഫബറ്റ്സും വന്നു കഴിഞ്ഞാൽ, ഒരു വേർഡിങ്ങും വന്നു കഴിഞ്ഞാൽ, നമ്പറിനും വേർഡിൻ്റെയും ഇടയിൽ നമ്മൾ എപ്പോഴും എന്താവണം? ഒരു ഹൈഫൺ ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ ഹൈഫൺ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഒരു നമ്പറും, ഈ നമ്പർ എന്താ? ഈ 2 സൂചിപ്പിക്കുന്നത് ഈ എവിടെയാണ് ഈ ബ്രാഞ്ച് വന്നത്, ഏത് കാർബണിലാണ് ഈ ബ്രാഞ്ച് വന്നതെന്നാണ് ഈ 2 സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹൈഫൺ എന്തുകൊണ്ടാണ് എടുക്കണേന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ സെപ്പറേഷൻ ആണ്. ന്യൂമറിക്കലും ഒരു വേർഡും വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഹൈഫൺ വെച്ചിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. ഇതാണ് 4ാമത്തെ റൂൾ. ഈ 4 റൂൾസും നമ്മൾ വെച്ചിട്ടാണ് നമ്മളൊരു കോമ്പൗണ്ട്, ഒരു ഹൈഡ്രോ കാർബണിൻ്റെ പേര് എഴുതുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഇനി വേറൊരു കേസ്, ഈ റൂളൊന്നും നിങ്ങൾ കാണാപ്പാടമൊന്നും പഠിക്കേണ്ട കേട്ടോ. നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ആയിക്കോളും. ഞാൻ ഇത് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ
ഞാൻ ഇവിടെ കൊടുത്തത് ഒരു ബ്രാഞ്ച് മാത്രമാണ്, അതായത് ഒരു ആൽക്കൈൽ ബ്രാഞ്ച് മാത്രമാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു ഒരെണ്ണം മാത്രമല്ല, ചിലപ്പോൾ ഒന്നിൽ കൂടുതലായിട്ട്, അതായത് മൾട്ടിപ്പിൾ ബ്രാഞ്ചസുകൾ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട്, അതായത് തേർഡ് പൊസിഷനിലുള്ള ഈ ഹൈഡ്രജനെ എനിക്ക് മാറ്റിയിട്ട്, ഞാൻ ഈ നമ്പേഴ്സ് ഒന്ന് മാറ്റി കളയാം. ഈ ഹൈഡ്രജൻ എനിക്ക് മാറ്റിയിട്ട് ഇവിടെ ഒരു എച്ച് ആക്കിയിട്ട് ഇവിടെ എനിക്ക് വേണമെങ്കിൽ വേറൊരു ബ്രാഞ്ച് ആഡ് ചെയ്യാം. ഞാൻ അങ്ങനെ പുതിയതായിട്ടൊരു ബ്രാഞ്ച് ആഡ് ചെയ്യുകയാണ്, CH2 CH3. ഈ ബ്രാഞ്ച് ഏതാണ്? ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പാണ് ഞാൻ ആഡ് ചെയ്തത്, CH2 CH3. ഇവിടെ ഒരു ആൽക്കൈലിന്, ഈ പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പിലെ ഈ കാർബണിന്, സത്യം പറഞ്ഞാൽ കാർബണിന്റെ വാലൻസി പറയുന്നത് നമുക്ക് 4 ആണ്. പക്ഷെ ഇവിടെ ഒരെണ്ണം ഈ കാർബണായിട്ട് ലിങ്കായി, ഒരു ബോണ്ട് 2 ബോണ്ട് ഈ പറയുന്ന ഹൈഡ്രജനായിട്ടും പോയി. അങ്ങനെ മൊത്തം 3 ബോണ്ട് എൻഗേജ്ഡ് ആയി. ബാലൻസ് ഉള്ള ഒരു ബോണ്ടിൽ ആ ഹൈഡ്രജൻ റിമൂവ് ആയി, അത് ഫ്രീ ആയിട്ട് ആരിലേക്ക് ചേർന്നു? ഈ പറയുന്ന ഈ കാർബണിലേക്ക് കയറി. അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ എൻ്റെ CH3 ബ്രാഞ്ച് കൂടാതെ എനിക്ക് CH2 CH3 എന്ന് പറയുന്ന വേറൊരു ബ്രാഞ്ചും കൂടെ വന്നു, അതായത് മൊത്തം 2 ബ്രാഞ്ച്. ഇങ്ങനെ വരുന്ന ഒക്കേഷനിൽ ഞാൻ എങ്ങനെയാണ് നമ്പർ ചെയ്യുക? ഇങ്ങനെ മൾട്ടിപ്പിൾ ബ്രാഞ്ച് വന്നാൽ എന്താ ചെയ്യണേ? കാരണം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ബ്രാഞ്ചിന് ലീസ്റ്റ് നമ്പർ കിട്ടണമെന്നാണ്. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ലീസ്റ്റ് നമ്പർ കിട്ടുക? അങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നമ്പർ ചെയ്യുകയാണ്, അതായത് 1 2 3 4 എന്നിങ്ങനെ പറഞ്ഞ് നമ്പർ ചെയ്തു. ഇനി ഞാൻ തിരിച്ച് നമ്പർ ചെയ്യുകയാണ്, 1 2 3 4. സോ എൻ്റെ ബ്രാഞ്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും വരുന്നത് ആദ്യത്തെ തേർഡ് പൊസിഷനിലും രണ്ടാമത് വരുന്നത് സെക്കൻഡ് പൊസിഷനിലുമാണ്. എവിടെ നിന്ന് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബ്രാഞ്ച് വരുന്നത് 2ലും 3ലുമാണ്. ഞാൻ തിരിച്ച് കൺസിഡർ ചെയ്താലും എൻ്റെ ബ്രാഞ്ച് വരുന്നത് 2ലും 3ലുമാണ്. പക്ഷെ രണ്ടും വരുന്ന വ്യത്യാസത്തിലാണ്. കാരണം ലെഫ്റ്റിൽ നിന്നും ഞാൻ റൈറ്റിലേക്ക് പോകുമ്പോൾ എൻ്റെ ബ്രാഞ്ച്, അതായത് 3ാമത്തെ പൊസിഷനിൽ എനിക്ക് ഈഥൈൽ ബ്രാഞ്ച് ആണ് വരുന്നത്. ആരാണ്? ഇവൻ ഈഥൈലാണ്. ഈഥൈൽ ബ്രാഞ്ച് ആണ് എനിക്ക് വരുന്നത്. അതേസമയം ഞാൻ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് വരുന്നത് മീഥൈൽ ബ്രാഞ്ച് ആണ്. ആരാണ്? മീഥൈൽ ബ്രാഞ്ച്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ 2 ബ്രാഞ്ചാണ് ഇവിടെ കിട്ടിയത്. ഇനി നമുക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മൾ നമ്പർ ചെയ്താലും 2, പക്ഷെ 2ൻ്റെയും പൊസിഷൻ വരുന്നത്, അതായത് ഒരിടത്ത് എൻ്റെ ഈഥൈലാണുള്ളത്, മറ്റൊരിടത്ത് എൻ്റെ മീഥൈലാണുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഏത് നമ്പറാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പേര് എഴുതുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് നമ്പർ ഇടുമ്പോൾ എനിക്ക് ഏറ്റവും, അതായത് ലീസ്റ്റ് നമ്പർ, ഇതിൻ്റെ കേസിൽ ലീസ്റ്റ് നമ്പർ 2ൻ്റെയും എങ്ങനെ നോക്കിയാലും സെയിം ആണ്, 3യും 2 ആണ്. അപ്പുറത്ത് തിരിച്ചു വിട്ടാലും ബ്രാഞ്ചസ് വരുന്നത് 3ലും 2ലും ആണ്. അപ്പോൾ ഏത് ഇത് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 നമ്പേഴ്സും കൂടെ സമ്മ് ചെയ്തിട്ട് അതിലെ ഏറ്റവും ലീസ്റ്റ് സം, ഇപ്പം ഇവിടുത്തെ കേസിലാണെങ്കിൽ 3യും 2യും കൂടെ പ്ലസ് ചെയ്താലും 5 എന്ന് നമുക്ക് കിട്ടും. 3യും 2യും പ്ലസ് ചെയ്താൽ 5 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് 2യും 3യും കൂടെ പ്ലസ് ചെയ്താലും നമുക്ക് 5 എന്ന് കിട്ടും ഈ ഒരു കേസിലാണെങ്കിൽ. പക്ഷെ അല്ലാത്ത കേസിൽ വേറെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്ലസ് ചെയ്തിട്ട് സം നോക്കിയിട്ട് ഏറ്റവും ലീസ്റ്റ് സം ഏതാണോ ആ പൊസിഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ഇതിന് 2ഉം സെയിം ആയതുകൊണ്ട് തന്നെ ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള പൊസിഷനാണ് ചൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ആരെ എഴുതണം? ഇവിടെ എനിക്ക് 2 ബ്രാഞ്ച് ഉണ്ട്, ഒന്ന് ഈഥൈലും ഉണ്ട്, ഒന്ന് എനിക്ക് മീഥൈലും ഉണ്ട്. സോ ആദ്യം ആരെ എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആൽഫബറ്റിക് ഓർഡർ നോക്കണം. അതായത് ആൽക്കൈൽ ഗ്രൂപ്പ്സിന്റെ ആൽഫബറ്റിക് ഓർഡർ ആണ് നമ്മൾ നോക്കണ്ടേ. അതായത് മക്കളെ, ഇവിടെ പറയുകയാണെങ്കിൽ ഈഥൈലിനെ സംബന്ധിച്ചോളം ഇ ആണ് ആദ്യം വരുന്നത്. ഏതാണ്? ലെറ്റർ ഇ ആണ് ഈഥൈലിനെ സംബന്ധിച്ചോളം ഫസ്റ്റ് വരുന്നത്. മീഥൈലിൽ എം ആണ്. ആൽഫബറ്റിക് ഓർഡർ നമ്മുടെ ABCD ഇല്ലേ, അതിൽ ഇ ആണോ എം ആണോ ആദ്യം വരുന്നത്? ഇ ആണ് ആദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം എഴുതേണ്ടത്, ആദ്യത്തെ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് എഴുതേണ്ടത്, ബ്രാഞ്ചുകൾ കൊടുക്കേണ്ടത്, ഫസ്റ്റ് എഴുതുന്നത് ഏറ്റവും
ഫസ്റ്റ് വരുന്ന, അതായത് ലീസ്റ്റ് ആദ്യം വരുന്ന ആൽഫബറ്റിക് ഓർഡറിലാണ്. അതായത് വിച്ച് മീൻസ് ഇവിടുത്തെ കേസിലാണെങ്കിൽ ഈതയിലാണ് എഴുതേണ്ടത്. ഈതയിൽ എത്രാമത്തെ പൊസിഷനിലാണ് കിടക്കണേ? നമ്മൾ ഈ പൊസിഷനാണ് കൺസിഡർ ചെയ്യുന്നത്, അതായത് ലെഫ്റ്റ് റൈറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം രണ്ട് ചെയ്താലും സെയിം ആണ് ആൻസർ വരുന്നത്. അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് റൈറ്റ് പൊസിഷനാണ് കൺസിഡർ ചെയ്തത്. ആൻഡ് ഇതിനകത്ത് ഈതയിലെ നമ്പർ വരുന്നത് 3 ആണ്. തേർഡ് കാർബണിലാണ് ഈതയിൽ വന്ന് ലിങ്ക് ആയേക്കണേ. അപ്പോൾ 3 ഈതൈൽ, 3 കഴിഞ്ഞ് 3 ഒരു ന്യൂമറിക്കലാണ്. അപ്പൊ ന്യൂമറിക്കലും വേർഡിങ്ങിന്റെ ഇടയിൽ എന്ത് വേണം? ഹൈഫൺ വേണം. അപ്പൊ 3 ഹൈഫൺ ഈതൈൽ, പിന്നെയും ഒരു ഹൈഫൺ, അടുത്ത ന്യൂമറിക്കല്. നെക്സ്റ്റ് വരുന്നത് മീതൈലിന്റെ കാര്യമാണ്. അപ്പോൾ 2 മീതൈൽ, പിന്നെയും ഒരു ഹൈഫൺ 2 മീതൈൽ. പിന്നെ വരേണ്ടത് എന്താ? മൊത്തം എത്ര കാർബൺ ഉണ്ടെന്ന് ഇവിടെ 4 ആണ്. അപ്പൊ ബ്യൂട്ട്. പിന്നെ എല്ലാം ഇവിടെ മെയിൻ ചെയിൻ കൺസിഡർ ചെയ്ത എല്ലാ കാർബണും വിച്ച് ഇസ് ലിങ്ക്ഡ് ബൈ സിംഗിൾ ബോണ്ട് ആണ്. അതുകൊണ്ട് എയിൻ എന്ന സഫിക്സും നമുക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിന്റെ പേര് ഇവിടെ കിട്ടിയേക്കുവാണ്. 3 ഈതൈൽ 2 മീതൈൽ ബ്യൂട്ടെയിൻ എന്നാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് മാർക്ക് പോകാനുള്ള കാര്യം, ഈ ഹൈഫൺ പലരും മറന്നു പോകും. പക്ഷെ അത് മറക്കരുത്. ഒരു ന്യൂമറിക്കലും ഒരു വേർഡിങ്ങും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ മസ്റ്റായിട്ടും ഒരു ഹൈഫൺ ഇട്ടിരിക്കണം. ഇതാണ് ബ്രാഞ്ചിങ്ങിൻ്റെ ഒരു കാര്യം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഞാൻ ആദ്യം കണ്ടൊരു മൾട്ടിപ്പിൾ ബ്രാഞ്ചിന്റെ കേസ് പറഞ്ഞു. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ചിന്റെ തന്നെ കേസ് നോക്കാം. പക്ഷെ ആദ്യം നമ്മൾ ഈതായാലും അതായത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് സെയിം ആയിട്ടുള്ള ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് സെയിം ആയിട്ടുള്ള ബ്രാഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം രണ്ടിടത്തായിട്ട് നമുക്ക് കൊടുക്കാം. ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ സെയിം ആയിട്ടുള്ള ബ്രാഞ്ച് ഇവിടെ രണ്ടിടത്തായിട്ട് കൊടുക്കുകയാണ്. ഒന്ന് CH3 തന്നെ ഞാൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഈ CD ഇവിടെയും ഞാനൊരു CH3 കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് ഈ ഒരു ഇത് മൊത്തം ഒരു മെയിൻ ബ്രാഞ്ച് ആണ്, അതായത് 4 കാർബൺ കൂടുന്ന ഒരു മെയിൻ ബ്രാഞ്ച് ആണ്. അപ്പൊ എൻ്റെ വേർഡ് റൂട്ട് വരുന്നത് ബ്യൂട്ട് തന്നെയാണ്. 4 കാർബൺ ഉള്ളതുകൊണ്ട് ബ്യൂട്ട് എന്ന് വരും. ആൻഡ് ഈ ബ്രാഞ്ചിനകത്ത് ഉള്ള എല്ലാം തന്നെ മെയിൻ ബ്രാഞ്ചിനുള്ളിലുള്ള എല്ലാ കാർബൺസും സിംഗിളി ബോണ്ടഡ് ആണ്, സിംഗിൾ ബോണ്ടഡ് കാർബൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സഫിക്സ് എയിൻ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമ്മളുടെ വേർഡ് റൂട്ട് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ ഇതൊരു ബ്യൂട്ടൈനിന്റെ മെയിൻ ചെയിൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. ആൻഡ് ആ ബ്യൂട്ടൈനെ കണക്ട് ചെയ്തുകൊണ്ട് 2 ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ബ്രാഞ്ചിനെ ഫസ്റ്റ് മെയിൻ ചെയിൻ കൺസിഡർ ചെയ്ത സെക്കൻഡ് റൂൾ അനുസരിച്ച് അതിനെ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യണം എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമുക്ക് നമ്പർ ചെയ്യാം. കാരണം ഇങ്ങോട്ട് നമ്പർ ചെയ്താലും തിരിച്ച് നമ്പർ ചെയ്താലും എപ്പോഴും സെയിം നമ്പേഴ്സ് ആണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഞാൻ 1 2 3 4 ബ്യൂട്ടൈൻ്റെ ഒരു കേസിൽ അങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള കൺസിഡറേഷൻ എടുത്തു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഞാൻ നമ്പർ ചെയ്തു. അങ്ങനെ എനിക്ക് കാർബൺ 2ലും അതുപോലെ തന്നെ കാർബൺ 3ന്റെ അവിടെയുമാണ് ബ്രാഞ്ചസ് വന്നേക്കുന്നത്. ആൻഡ് രണ്ടും സെയിം ബ്രാഞ്ച് ആണ്, അതായത് CH3 തന്നെയാണ്. രണ്ടും മീഥൈൽ ഗ്രൂപ്പ്സ് ആണ് ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന കേസിൽ ഞാൻ ഏതാണ് ഫസ്റ്റ് എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ വരുന്ന കേസിൽ ഈ 2 നമ്പേഴ്സും കോമ ഇട്ടിട്ട് നമുക്ക് എഴുതണം. അതായത് 2,3 2 പൊസിഷൻസ് എവിടെയൊക്കെയാണ് ആ മീഥൈൽ വരുന്നതെന്നുള്ളത് ആ നമ്പേഴ്സ് നമ്മൾ എഴുതുക. ഇങ്ങനെ ഞാൻ റെപ്രസെന്റ് ചെയ്യും 2 3. അത് കഴിഞ്ഞ് ഏതാണ് ഇവിടുത്തെ ഗ്രൂപ്പ്? ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈലാണ്. അങ്ങനെ എത്ര മീഥൈൽ ഉണ്ട് ഇവിടെ? 2 സ്ഥലത്താണ് മീഥൈൽ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ മീഥൈൽ എന്ന് എഴുതരുത്, അതിൻ്റെ കൂടെ ഒരു പ്രിഫിക്സ് ആഡ് ചെയ്യണം, വിച്ച് ഇസ് ഡൈ. ഡൈ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ആഡ് ചെയ്യണം. അങ്ങനെ ഡൈ മീഥൈൽ എന്ന് ഞാൻ കൊടുക്കും. ഡൈ മീഥൈൽ. പിന്നെ നമുക്ക് ബാലൻസ് ഉള്ള നമ്മളുടെ മെയിൻ ചെയിൻ്റെ പേരും എഴുതണം. ഡൈ മീഥൈൽ ബ്യൂട്ടൈൻ. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് എഴുതിയിരിക്കണേ. ആദ്യം ഫസ്റ്റ് നമ്മൾ പൊസിഷൻ മെയിൻ ചെയിൻ്റെ നമ്പർ കൊടുത്തു. ഇവിടുത്തെ കേസിൽ നമ്മൾ മെയിൻ ചെയിൻ്റെ നമ്പർ കൊടുത്തപ്പോൾ ബ്രാഞ്ചസിന് ലീസ്റ്റ് നമ്പർ കിട്ടണ പോലെ കൊടുക്കണം. അങ്ങനെ കൊടുത്തപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു, രണ്ടിനും സെയിം ആയതുകൊണ്ട്, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും ഉള്ള ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടും നമ്മൾ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ സെയിം നമ്പർ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ കൊടുത്തു.
എന്നിട്ട് നമ്മൾ ഏതിപ്പോൾ പൊസിഷനിലാണ് നമ്മുടെ ബ്രാഞ്ച് വന്നേക്കണേന്ന് നോക്കി. ആൻഡ് അത് ഏത് ആൽക്കൈൽ ഗ്രൂപ്പിലുള്ള ബ്രാഞ്ച് ആണെന്ന് നോക്കി. രണ്ടും മീഥൈൽ ഗ്രൂപ്പിലുള്ളതായതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ബ്രാഞ്ചിന്റെ പൊസിഷന്റെ നമ്പേഴ്സ് എഴുതി, അത് കഴിഞ്ഞ് മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് മീഥൈൽ എഴുതി, അതിന് മുന്നിലായിട്ട് 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഡൈ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ 2 എണ്ണം വന്നാൽ ഡൈ എന്ന് എഴുതുക. അതുപോലെ 3 എണ്ണം വന്നു കഴിഞ്ഞാൽ ട്രൈ എന്ന് എഴുതുക. സപ്പോസ് 3 എണ്ണം വരെ നിങ്ങളോട് ചോദിക്കുള്ളൂ. അങ്ങനെ 2, 3 ഡൈ മീഥൈൽ വന്നു, ബ്യൂട്ടൈൻ എന്ന് വന്നു. ഇതാണ് ഈ കോമ്പൗണ്ടിന്റെ നെയിം എന്ന് പറയുന്നത്. ഇത് ആണ് ഒരു എക്സെപ്ഷൻ കേസ് ബ്രാഞ്ചിങ്ങിൽ തന്നെ വരുന്നത്. ഇനി ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള നെയിം പറഞ്ഞല്ലോ, ഈഥൈലും മീഥൈലും വന്നാൽ തൊട്ട് മുമ്പ് കാണുന്ന പോലെ. ഈഥൈലും മീഥൈൽ ആവണമില്ല, ചിലപ്പോൾ പ്രൊപ്പൈൻ ആയിരിക്കാം, പ്രൊപ്പൈലായിരിക്കാം, എന്ത് വേണേലായിരിക്കാം. പക്ഷെ ഒരേ സെയിം ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനി വേറൊരു എക്സാമ്പിളും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇനി ഈ ബ്രാഞ്ചിങ്ങിൽ തന്നെ ഇനി മൂന്നാമത്തെ ഒരു കേസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇവിടെ വന്ന CH3യുടെ കേസ്, ഇവിടെ വന്ന CH3നെ ഞാനിവിടെ സെയിം പൊസിഷനിൽ തന്നെയാക്കി. അതായത് ഇവിടെ തന്നെ CH3 വന്നു. അപ്പൊ നമ്മൾ നമ്പർ ഇടുമ്പോൾ 1, 1, 2, 3, 4 ഞാൻ ആ സെയിം തന്നെ ഓർഡറിൽ ഇട്ടു. പക്ഷെ ഇവിടെ നോക്ക്, CH3യുടെ പൊസിഷൻ രണ്ടും ഒരേ മെയിൻ ചെയിനിൽ ഒരേ കാർബണിന്റെ അടുത്ത് തന്നെ പൊസിഷനിൽ വന്നു. ഇങ്ങനെ വരുന്ന കേസുകളിൽ, അതായത് ഇവിടെ നോക്കുമ്പോൾ ബ്രാഞ്ച് വന്നേക്കുന്നതും ബ്രാഞ്ചും സെയിം തന്നെയാണ്, സെയിം ആൽക്കൈൽ ഗ്രൂപ്പിലുള്ള ബ്രാഞ്ച് തന്നെയാണ്. ആൻഡ് വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരേ പൊസിഷനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരുന്ന കേസിൽ ഞങ്ങൾ എങ്ങനെ പേര് എഴുതണം മിസ്സേ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ പേര് എഴുതുന്നത് ഇങ്ങനെയായിരിക്കും. ആദ്യം നമ്മൾ നമ്പറിങ് ചെയ്തു. അതുപോലെ തന്നെ രണ്ടും വന്നേക്കണത് ഏത് പൊസിഷനിലാണ് വന്നേക്കുന്നതെന്ന് ഫസ്റ്റ് നോക്കുക. രണ്ടും ഏത് പൊസിഷനിലാണ് വന്നേന്ന്. ആദ്യത്തെ കേസ് രണ്ടും കിടക്കുന്ന C2 പൊസിഷനിലാണ്, അതായത് രണ്ടാമത്തെ കാർബണിന്റെ നേരെയാണ് 2 മീഥൈൽ ഗ്രൂപ്പും വന്നേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആദ്യം 2 എഴുതുക, പിന്നെയും കോമ, വീണ്ടും രണ്ടാമത്തെ, അതായത് ഇതിപ്പോൾ ഫസ്റ്റ് മീഥൈൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്, ഇത് സെക്കൻഡ് ആൽക്കൈൽ ഗ്രൂപ്പാണ്. ചുമ്മാ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ആദ്യം ഒരു ആൽക്കൈലിനെ മാത്രമേ 2 എഴുതുള്ളൂ, രണ്ടാമത്തെ ആൽക്കൈൽ ഗ്രൂപ്പും കൂടി എഴുതുക, വിച്ച് ഇസ് വീണ്ടും ഒരു 2 എഴുതുക. 2, 2 മറ്റേ നമ്മൾ 3, 4 ഇട്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ 2, 3 നമ്മൾ മുമ്പ് ഇട്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ 2, 2 ഇടുക. പിന്നെ ഹൈഫൺ ഇടുക. ഏത് ആൽക്കൈൽ ഗ്രൂപ്പ്? മീഥൈൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൻഡ് 2 മീഥൈൽ ഉള്ളതുകൊണ്ട് തന്നെ ഡൈ മീഥൈൽ എന്നും കൂടെ എഴുതുക. ആൻഡ് ഫൈനലി 2 മീഥൈൽ ഉണ്ട് എഴുതുക. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ചെയിൻ്റെ പേര് എഴുതുക. മെയിൻ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാർബൺ വന്നു, ബ്യൂട്ട്, അതുപോലെ തന്നെ നമ്മളുടെ സിംഗ്ലി ബോണ്ടഡ് ആയതുകൊണ്ട് A. അപ്പം നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ പേര് കിട്ടും 2 ഡൈ മീഥൈൽ. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ചെയിൻസ് വരുമ്പോൾ, മൾട്ടിപ്പിൾ ചെയിൻസ് അല്ല, മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് വരുമ്പോൾ, മെയിൻ ചെയിനിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. അപ്പോൾ 3 കണ്ടീഷൻ പറഞ്ഞു. ആദ്യം രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയിനുകളാണെങ്കിൽ, 2 ഡിഫറെൻ്റ് ആൽക്കൈൽ ഗ്രൂപ്പിലുള്ള 2 ഡിഫറെൻ്റ് ബ്രാഞ്ചസ് ആണെങ്കിൽ ഒരു ചെയിനിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് കണ്ടു, ഒരേപോലത്തെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് 2 ഡിഫറെൻറ്റ് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കണം എന്ന് കണ്ടു. ഇനി സെയിം പൊസിഷനിൽ തന്നെ സെയിം ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കണം എന്ന് നമ്മൾ കണ്ടു. ഇതാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഉള്ള കണ്ടീഷൻ നമ്മൾ കൊടുക്കേണ്ടത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമ്മൾക്ക് ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞത് മെയിൻ ചെയിനകത്ത് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കാർബൺസിന്റെ മെയിൻ ചെയിൻ ആണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. ഇനി ഞാൻ അൺസാച്ചുറേഷൻ എന്ന് പറയാണ്. എന്താണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ഈ കാർബണിൽ ഞാൻ പറഞ്ഞ 3 ബോണ്ട് ഉണ്ട്, അതായത് സിംഗിൾ ബോണ്ട് ഉണ്ട്, അതുപോലെ കാർബണിന് ഡബിൾ ബോണ്ടും ഫോം ചെയ്യാൻ പറ്റും, ട്രിപ്പിൾ ബോണ്ടും ഫോം ചെയ്യാൻ പറ്റും. സിംഗിൾ ബോണ്ട് മാത്രമുള്ളതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് വിളിച്ചത്. ഓക്കെ, ആൻഡ്
ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സുകളെ നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? അൺസാച്ചുറേറ്റഡ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇത് നമ്മൾ അൺസാച്ചുറേറ്റഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അൺസാച്ചുറേറ്റഡിന്റെ കേസാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തു തരാം. ഇപ്പോൾ ഞാനൊരു 3 കാർബൺ എടുത്തു ആൻഡ് ഇവിടെ ഞാൻ ഡബിൾ ബോണ്ട് കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ളത് ഹൈഡ്രജൻ. ഇവിടെ ഡബിൾ ബോണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന്റെ ആദ്യത്തെ 2 വാലൻസ് ഫില്ലായി. ഇനി ബാലൻസ് ഉള്ള 2 എണ്ണത്തിന് ഇനി ഹൈഡ്രജൻ കൊടുക്കുക, CH2. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും ഇവിടെ 3 വാലൻസ് ഫില്ലായി, CH, ഇവിടെ CH3. ഇത് നമ്മളുടെ ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ് ഞാൻ ഇവിടെ കാണിച്ചേക്കണേ. ഇതിന്റെ പേര് ഞാൻ എങ്ങനെയാടാ കൊടുക്കുക? ഫസ്റ്റ് നമ്മൾ നമ്പറിങ് ചെയ്യണം. എങ്ങനെയാണ് നമ്പറിങ് ചെയ്യണം? നമ്പറിങ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കും അതുപോലെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കും എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്പർ എനിക്ക് കൊടുക്കാൻ പറ്റും. ഈതർ ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ് എനിക്ക് നമ്പേഴ്സ് കൊടുക്കാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആറ്റം ഞാൻ എവിടെ നിന്ന് വേണം നമ്പറിങ് കൊടുക്കാൻ, ഏത് ഡയറക്ഷൻ വേണം ചൂസ് ചെയ്യാൻ, ഏത് ഡയറക്ഷനിൽ വേണം ചൂസ് ചെയ്യാൻ എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഏത് ഡയറക്ഷനിലാണ് നമ്പറിങ് വേണ്ടതെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്ക് 2 ഡയറക്ഷൻ ഉണ്ട്. ഞാൻ ആദ്യത്തെ ഡയറക്ഷനിൽ കൊടുക്കുകയാണ്, വിച്ച് ഈസ് ലെഫ്റ്റ് ടു റൈറ്റ്, 1 2 3 എന്നിങ്ങനെ ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പറിങ് കൊടുത്തു. ഇനി രണ്ടാമത്തെ കേസിലാണെങ്കിൽ ഞാൻ തിരിച്ച് വേറൊരു കളറിൽ ഞാൻ കൊടുക്കാം, ബ്ലൂ കളറിൽ ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പറിങ് കൊടുത്തു. ഇതിൽ ഏത് നമ്പറിങ് ആണ് എൻ്റെ ശരി? ഏത് നമ്പറിങ് ആണ് ശരി? ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ കേസിലും, അതായത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് വരുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ നമ്പർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്, അൺസാച്ചുറേറ്റഡ് കാർബൺ, അതായത് കാർബൺ വിത്ത് ഡബിൾ ബോണ്ടിന് ലീസ്റ്റ് നമ്പർ കിട്ടണം. കാർബൺ വിത്ത് ഡബിൾ ബോണ്ട് അതിന് ലീസ്റ്റ് നമ്പർ കിട്ടും. ഇവിടെ ഏതൊക്കെയാ മക്കളെ കാർബൺ വിത്ത് ഡബിൾ ബോണ്ട്? എൻ്റെ ഈ കാർബണും അതുപോലെ തന്നെ എൻ്റെ ഈ കാർബണുമാണ് ഡബിൾ ബോണ്ടിൽ ഉള്ള കാർബൺ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ നമ്പർ ചെയ്യുമ്പോൾ ഇവിടെ 1 ഈ ലീസ്റ്റ് നമുക്ക് ഫസ്റ്റത്തെ കാർബൺ കൺസിഡർ ചെയ്യാം. ആദ്യത്തെ കാർബൺ, ഈ കാർബണ് 1 ആണ് കിട്ടിയേക്കുന്നത്. രണ്ടാമത്തെ കാർബണ് 2 ആണ് കിട്ടിയേക്കുന്നത്. ഇനി അതേസമയം എനിക്ക് കിട്ടിയേക്കുന്നത് രണ്ടാമത്തെ തിരിച്ച് ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് വന്നേക്കുന്നത് സെക്കൻഡ് പൊസിഷനിലും അതുപോലെ തന്നെ തേർഡ് പൊസിഷനിലുമാണ് എൻ്റെ നമ്പറിങ് വന്നേക്കുന്നത്. അതായത് കാർബണിന് ഇവിടെ കിട്ടിയേക്കുന്ന ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അതേസമയം ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1 ആണ്. അപ്പോൾ ഏതാണ് ലീസ്റ്റ് നമ്പർ? എനിക്ക് കാർബൺ അൺസാച്ചുറേറ്റഡ് കാർബണിന് കിട്ടിയ ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയപ്പോഴാണ് എനിക്ക് ലീസ്റ്റ് നമ്പർ കിട്ടിയത്. സോ ഈ ഡയറക്ഷനാണ് എൻ്റെ ശരിയായ ഡയറക്ഷൻ. അപ്പോൾ നിങ്ങൾ ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് തന്നാൽ മെയിൻറ്റെയിനിലെ അൺസാച്ചുറേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അൺസാച്ചുറേറ്റഡ് കാർബണിന് എപ്പോഴും ലീസ്റ്റ് നമ്പർ കിട്ടണം. അതാണ് നിങ്ങളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ ചൂസ് ചെയ്യുന്നു. ഞാൻ അവിടെ നിന്ന് എൻ്റെ ഡയറക്ഷൻ ഞാൻ ചൂസ് ചെയ്യാണ്. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഇനി നമുക്ക് പേര് കൊടുത്ത് നോക്കാം. പേര് കൊടുക്കുമ്പോൾ ഇവിടെ മൊത്തം 3 കാർബൺസ് ഉണ്ട്. സോ ഇത് പ്രൊപ്പ് എന്നാണ് പറയുന്നത്, അല്ലെ? നമ്മൾ വേർഡ് റൂട്ട് പ്രകാരം പ്രൊപ്പാണ് ഇവിടെ വരേണ്ടത്. ഇനി ഇതൊരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. അപ്പം എൻ്റെ സഫിക്സ് എന്തായിരിക്കണം? സഫിക്സ് എന്ന് പറയുന്നത് എൻ്റെ അൺസാച്ചുറേഷൻ കോമ്പൗണ്ടിനകത്ത് ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ സഫിക്സ് ഇ എന്നാണ് എഴുതേണ്ടത്. സിംഗിൾ ബോണ്ട് ആയിരുന്നപ്പോൾ നമ്മൾ എ എന്നാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ ഇ എന്നാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഞാൻ ഇ എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം എൻ്റെ മൊത്തമുള്ള മെയിൻ ചെയിൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ വരേണ്ടത്? എൻ്റെ മൊത്തമുള്ള മെയിൻ ചെയിൻ 3 എണ്ണം ഉണ്ട്. ഇതൊരു പ്രൊപ്പീനാണ്. അത് മാത്രം മതിയോ? എനിക്ക് ഈ കേസിൽ എനിക്ക് പ്രൊപ്പീൻ ജസ്റ്റ് എഴുതാം.
കാരണം നമ്മൾ കെമിസ്ട്രിക്കാർ 1നെ ഡിനോട്ട് ചെയ്ത് കാണിക്കാറില്ല. കാരണം ഫസ്റ്റ് ഇവിടെ കാർബണിന്റെ ഡബിൾ ബോണ്ട് വരുന്നത് ലീസ്റ്റ് നമ്പർ വരുന്നത് ഫസ്റ്റ് പൊസിഷനിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് ജസ്റ്റ് പ്രൊപ്പീൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റുന്നതാണ്. അതായത് എനിക്ക് പൊസിഷൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ പ്രൊപ്പ്, അതായത് ഓർ പ്രൊപ്പ് 1 ഈൻ, ഇങ്ങനെയും എനിക്ക് എഴുതാം. എന്താണ്, ഒന്നെങ്കിൽ എനിക്ക് പ്രൊപ്പീൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ എനിക്ക് പ്രൊപ്പ് 1 ഈൻ എന്ന് കൊടുക്കാം. ഇങ്ങനെ 2 രീതിയിൽ എഴുതാം. ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. നമുക്കൊരു വേറൊരു എക്സാമ്പിൾ നോക്കാം. പ്രൊപ്പീൻ കുറച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ കുറച്ച് ടഫായിരിക്കും. ഞാനിപ്പോൾ ഒരു 5 കാർബണിൻ്റെ ഒരു ബോണ്ട് ചെയ്യാം. അപ്പോൾ CH3 CH CH CH2 CH3, ഇവിടെ മൊത്തം എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട്. ആൻഡ് കാർബണിന്റെ വാലൻസി ഹൈഡ്രജൻ അനുസരിച്ച് ഫില്ല് ചെയ്ത് നോക്കണം അല്ലേ? ഇവിടെ 3 ഹൈഡ്രജൻ ഫില്ലായി, ഇവിടെ ഒരു കാർബണിന്റെ ഇതിൽ കയറി, ഇവിടെ ആണെങ്കിൽ 1 2 3 ഫില്ലായി, ഒരു ഹൈഡ്രജന്റെ പോസിഷൻ ഉണ്ട്, ഇവിടെ 1 2 3. സോ ഇങ്ങനെ എനിക്ക് മൊത്തം ഇവിടെ ഈ ഒരു കോമ്പൗണ്ടിൽ 5 കാർബൺ ഉണ്ട്. 1 2 3 4 5, അങ്ങനെ 5 കാർബൺ ഉണ്ട്. ഇങ്ങനെ ഒരു കോമ്പൗണ്ടാണ് തന്നേക്കണേ. ഇപ്പം ഇനി ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. അതായത് ഇതിന് ഏത് ഡയറക്ഷനിൽ വേണം നമ്പർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നോക്കിയേ, നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ 1 2 3 4 5 സെക്കൻഡ് പൊസിഷനിലാണ് എൻ്റെ ഡബിൾ ബോണ്ട് വരുന്നത്. അതേസമയം ഞാൻ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് ഞാൻ എന്താ പറയുക നമ്പർ ചെയ്യണമെങ്കിൽ എന്താ വരിക? 1 2 3 4 5. എൻ്റെ നമ്പർ വരുന്നത് 4 3, അതായത് അൺസാച്ചുറേറ്റഡ് കാർബൺ വരുന്നത് 3 4ലാണ് എൻ്റെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതാ ചൂസ് ചെയ്യുന്നത്? ലീസ്റ്റ് നമ്പർ. ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ഡയറക്ഷൻ പോയപ്പോഴാണ് എനിക്ക് ലീസ്റ്റ് നമ്പർ കിട്ടിയത്. സോ ഞാൻ ഈ ഡയറക്ഷൻ ചൂസ് ചെയ്തു. അപ്പം ഞാൻ അങ്ങനെ നമ്പർ ചെയ്തു. ഇനി ഇതെന്ന് പറയുന്നത് മൊത്തം എത്ര കാർബൺ ഉണ്ട്? മൊത്തം എനിക്ക് 5 കാർബൺ ഉണ്ട്. 5 കാർബൺ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് റൂട്ട് ഏതായിരിക്കും? പെന്റ് ആണ്. നമ്മൾ എന്താണ്? പെന്റ് ആണ് റൂട്ട്, നമ്മൾ വേർഡ് റൂട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പെന്റ് ഹൈഫൻ. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എത്രയാ? പെന്റ് ഉണ്ട്. ആൻഡ് പൊസിഷൻ നമുക്ക് നോക്കണം. എവിടെയാണ് ഈ പറയുന്ന ഡബിൾ ബോണ്ടിലുള്ള കാർബൺ വന്നേക്കുന്ന അൺസാച്ചുറേറ്റഡ് കാർബൺ എവിടെയാ വന്നേക്കണേന്ന് നോക്കണം. എവിടെയാ അത്? 2ല. അപ്പൊ പെന്റ് 2, അൺസാച്ചുറേഷൻ വന്നു, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈനും കൂടെ ചേർത്തു. സോ ഫൈനലി എൻ്റെ നെയിം എന്ന് പറയുന്നത് പെന്റ് 2E എന്നാണ്. എന്താണ്? പെന്റ് 2E എന്നാണ് എനിക്കിവിടെ വരുന്നത്. സോ ഇതാണ് നമ്മളെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് വരുമ്പോൾ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഇനി ഇവിടെ ഞാൻ ഒരു ബോണ്ടും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം എന്തായത്? അത് അയിനാകും, അതായത് ട്രിപ്പിൾ ബോണ്ട് ആകും. YNE അവിടെ കൊടുക്കേണ്ട വരും. അങ്ങനെ വരുമ്പോൾ ഇത് പെന്റ് 2E എന്ന് പകരം, ഇവിടെ പെന്റ് 2E എന്ന് പറയുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യണം? YNE എന്ന് ആഡ് ചെയ്യേണ്ടി വരും. അപ്പം ഇത് പെന്റ് 2YNE ആണ് വരേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഫൈനലി നമ്മളുടെ പേരെന്ന് പറയുന്നത് പെന്റ് 2YNE എന്നാണ് നമുക്കിവിടെ വന്നത്. ക്ലിയർ അല്ലേ ഇത്രയും? സോ നമ്മൾ ഇങ്ങനെയാണ് നമ്മളുടെ അൺസാച്ചുറേറ്റഡ് കേസ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പേരിടൽ ചടങ്ങാണ്. അപ്പം അതിൻ്റെ നമ്മൾ റൂൾസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കി. എനിക്കറിയാം ഇത് കുറച്ച് ലാഗ് ചെയ്തിട്ടുള്ള പോകുന്നതെന്ന്, കാരണം നമുക്ക് ഇതിനകത്ത് പേരിടാൻ തന്നെ വരുള്ളൂ. നിങ്ങൾക്ക് SSLC എക്സാമിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ചിലപ്പം 2 മാർക്സിനോ 3 മാർക്സിനോ ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ വേറെ ഒന്നും ആയിരിക്കില്ല, ഒരു കോമ്പൗണ്ട് തരിക, അതിൻ്റെ പേര് എഴുതുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പേര് തന്നിട്ടുണ്ടാകും, കോമ്പൗണ്ട് വരച്ച് കാണിക്കുക. ഇതായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവണം. സോ ബേസിക് ആയിട്ട് ഈ റൂൾസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.
അപ്പോൾ ആദ്യത്തെ എക്സാമിലൂടെ ഞാൻ ഈ സെഷനിലെ ആ റൂൾസ് വളരെ ലാഗ് അടിച്ച് പറഞ്ഞു, അതുകൊണ്ടാണ്. പിന്നെ അങ്ങോട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല തറോ ആയിക്കോളും. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടത്, ആദ്യം നമ്മൾ എന്താ സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും വരുമ്പോൾ എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്ന് കണ്ടു, ഡിഫറെൻറ്റ് ടൈപ്പ് വേർഡ് റൂട്ട്സ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ ബ്രാഞ്ചിങ് വരുമ്പോൾ എങ്ങനെയാണ്, അതായത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൽ ബ്രാഞ്ചിങ് വരുമ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു, മൾട്ടിപ്പിൾ ബ്രാഞ്ച് വരുന്നതും എങ്ങനെയാണെന്ന് കണ്ടു, അതുപോലെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൽ എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്നും കണ്ടു. അപ്പം നമുക്ക് ഇനി നോക്കാനുള്ളത്, നമ്മളിപ്പോൾ കുറേ ബ്രാഞ്ചസും കാര്യങ്ങളെല്ലാം കണ്ടു. അങ്ങനെയാണെങ്കിൽ അതായത് നമുക്ക് എന്താ പറയുക, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൽ എങ്ങനെയാണ് നെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കണ്ടു, അതുപോലെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടു. ഇനി ഒരു ആൽക്കൈൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ ആൽക്കൈൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടു. അങ്ങനെ ഇതിൻ്റെ രണ്ടിനെയും പേരിടാൻ പഠിച്ചു. സോ ഹൈഡ്രോ കാർബൺസിൻ്റെ പേരിടൽ ചടങ്ങിൻ്റെ ഒരു ഏകദേശ ഐഡിയ കിട്ടി. ഇനി നമുക്കത് നന്നായിട്ട് മനസ്സിലായോ എന്ന് നിങ്ങൾക്കറിയാനും നിങ്ങൾ അറിഞ്ഞു എന്ന് എനിക്കറിയാനും, മനസ്സിലായില്ലേ? നമുക്ക് അങ്ങനെ രണ്ടുപേർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു പേപ്പറും ഒരു പേനയും എടുത്ത് വെച്ചിരുന്നോ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അർത്ഥം ഇത്രയും ഭാഗം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. അപ്പം എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി, ഒരു ചിട്ടിയിലെ റോബോട്ട് പോലെ നിങ്ങൾക്ക് വേഗം ക്ലിയർ ആയിട്ട് മനസ്സിലാകും. എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈമിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറച്ചു വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, കാരണം ഇത് ചെയ്ത് പഠിക്കാം. അപ്പോൾ എന്തൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ മിക്സായിട്ട് ഇട്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെഷനിലൊക്കെ നമ്മൾ കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ കയറി വരും. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ കൺഫ്യൂസ് ആവാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം, ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് കൃത്യമാണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം. എന്നാലാണ് നമുക്ക് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് സ്വയമായിട്ട് അനാലിസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ തന്നേക്കുന്നത്. അപ്പം ഞാനിവിടെ മൊത്തം ഒരു 4 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. നോക്കൂ മക്കൾ, ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെറും 4 ക്വസ്റ്റ്യൻസും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് സ്വയമായിട്ട് ക്ലിയർ ആവുകയാണ്. ഇനി എവിടെയെങ്കിലും വെച്ച് ഇനി ഏതെങ്കിലും ഒരു പൊടിക്ക് കൺഫ്യൂഷൻ, ഈ വീഡിയോ മൊത്തം നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിലൂടെ നമുക്ക് ആ കൺഫ്യൂഷൻ പോയി കിട്ടുകയാണ്, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട അല്ലേ, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വെറുതെ പറഞ്ഞു പോകണ്ട. നമുക്ക് ആദ്യം തന്നേക്കുന്ന കോമ്പൗണ്ടാണ് ഈ കാണിച്ചേക്കണേ, CH3CH2. എടാ നോക്കിയടാ, CH3 ഇവിടെ നിങ്ങൾ ആരെയാണ് കാണാൻ പറ്റുന്നത്? ഈ ഫസ്റ്റ് കോമ്പൗണ്ടിനകത്ത് നിങ്ങൾക്ക് ആരെയാണ് കാണാൻ പറ്റുന്നത്? ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇതേ കിടക്കുന്നു ഒരു ഡബിൾ ബോണ്ട്. അപ്പോൾ ഇതെന്ത് കോമ്പൗണ്ടാണ്? ഇതൊരു കാർബൺ ചെയിൻ ഉണ്ട്. ഈ കാർബൺ ചെയിനിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്? ഡബിൾ ബോണ്ടിനെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ നമ്മുടെ കാർബൺ ചെയിനകത്ത് കാണാൻ പറ്റുവാണെങ്കിൽ ആ കോമ്പൗണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഇസ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അതൊരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് വരുമ്പോൾ നമ്മൾ കാർബൺ ചെയിനിന് നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിന്, അൺസാച്ചുറേറ്റഡ് കാർബണിന് ലീസ്റ്റ് നമ്പർ കിട്ടണം. അതായത് ഒരു കാർബൺ ചെയിനിൽ നിങ്ങൾ അൺസാച്ചുറേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിലെ അൺസാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാർബൺ ഏതോ ആ കാർബണിന് ലീസ്റ്റ് നമ്പർ കിട്ടണം. ഏറ്റവും ലീസ്റ്റ് നമ്പർ ഏതാ? നമ്മൾ 1 2 3 എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ 1 ആണ് ഏറ്റവും ലീസ്റ്റ്. അപ്പോൾ 1 പറ്റുമെങ്കിൽ 1 പോസിബിൾ ആക്കുക, അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ, ഏറ്റവും ചെറിയ നമ്പർ നമ്മുടെ അൺസാച്ചുറേറ്റഡ് കാർബണിന് കിട്ടണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആരെ കാണണേ? ഒരു ഡബിൾ കോമ്പൗണ്ടിനെ കാണുന്നുണ്ട്, വിച്ച് മീൻസ് ഇതൊരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ എങ്ങനെ നമ്പർ ചെയ്യുമ്പോഴാണ് എനിക്ക് ലീസ്റ്റ് നമ്പർ ഈ അൺസാച്ചുറേറ്റഡ് കാർബണിന് കയറണേ? ലെഫ്റ്റിൽ നിന്നും നമുക്ക് റൈറ്റിലേക്ക് നോക്കാം. 1 2 3 2 ആണ് വന്നേക്കുന്നത്. അൺസാച്ചുറേറ്റഡ് കാർബണിന് 2 ആണ് എനിക്ക് കിട്ടിയത് അല്ല. ആദ്യത്തെ ഇവിടെ നിന്ന് വരുമ്പോൾ ഇതാണല്ലോ ആദ്യത്തെ എൻ്റെ അൺസാച്ചുറേറ്റഡ് കാർബൺ, അതിന് കിട്ടിയേക്കുന്നത് 2 ആണ്. ഇനി നമുക്ക് തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കാം. 1 2 3 ഞാൻ ഇങ്ങനെ നമ്പർ ചെയ്തു. 1 2 3 ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന അൺസാച്ചുറേറ്റഡ് കാർബണിന് 1 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് എന്താണെന്നാണ്? 1 ആണോ 2 ആണോ ഏറ്റവും വലുത്? 2 ആണ്. അപ്പം ഞാനിവിടെ ചൂസ് ചെയ്യേണ്ടത് ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്
എങ്ങനെയായിരിക്കും? റൈറ്റിൽ നിന്നും ലെഫ്റ്റ് ഡയറക്ഷനിലാണ്. ഇങ്ങനെയാണ് ഞാൻ നമ്പർ ചെയ്യേണ്ടത്. അതുപോലെ ഇതിലേക്ക് നോക്കി, എത്ര കാർബൺ നിങ്ങൾക്ക് കാണാൻ പറ്റും? 3 കാർബൺ ഉണ്ട് അല്ലെ? 3 കാർബൺ ടോട്ടൽ ഉണ്ട്. 3 കാർബൺ ഉള്ള ഒരു കാർബൺ ചെയിനിന്റെ വേർഡ് റൂട്ട് എന്താന്നാ പറഞ്ഞേ? അത് പ്രൊപ്പാണ്. അപ്പോൾ 3 കാർബൺ ഉണ്ട്, അതിന്റെ വേർഡ് റൂട്ട് പ്രൊപ്പാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിന്റെ പേര് എഴുതുമ്പോൾ പ്രൊപ്പ് എന്ന് ആദ്യം എഴുതാം. അത് കഴിഞ്ഞിട്ട് എത്രാമത്തെ ഇതിലാണ് അൺസാച്ചുറേഷൻ കാണിക്കുന്നത്? അൺസാച്ചുറേഷൻ കാണിക്കുന്നത് 1 ആണ്. അപ്പോൾ 1 എന്ന് കൊടുക്കാം. ഈ ഹൈഫൺ, അതായത് ഒരു വേർഡിങ്ങും ഒരു ന്യൂമറിക്കലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ IUPAC ഫോമാറ്റ് പ്രകാരം ഒരു ഹൈഫൺ ഉണ്ടാകണം. പിന്നെ അടുത്ത ഹൈഫൺ. ഇനി നമുക്ക് സഫിക്സ് ആഡ് ചെയ്യാം. ഇവിടെ എത്ര പേരെയാ കാണുന്നത്? അതായത് അൺസാച്ചുറേറ്റഡ് ബോണ്ട്, ഡബിൾ ബോണ്ട് ആണ് കാണുന്നത്. സിംഗിൾ ബോണ്ട് വന്നാൽ AENE കൊടുക്കണം. അതായത് കാർബൺ ചെയിനിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ AENE ആയിരിക്കണം നിങ്ങളുടെ സഫിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സഫിക്സ് ENE ആണ്, ഈനാണ്. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണിച്ചേക്കുന്നത് ഡബിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് എനിക്ക് കൊടുക്കേണ്ടത് ENE ആണ്. സോ പ്രൊപ്പ് 1E എന്നാണ് ഇത് വരുന്നത്. എന്താണ്? പ്രൊപ്പ് 1E. അല്ലെങ്കിൽ എനിക്ക് പ്രൊപ്പ് എന്നും കൂടെ പറയാം, കാരണം ഇവിടെ 1 ആയതുകൊണ്ട് തന്നെ അത് എടുത്ത് ഡിനോട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ കുറച്ചുകൂടെ ഏറ്റവും ക്ലാരിറ്റി കൂടിയതും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ളതും ഇങ്ങനെ എഴുതുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾ നെയിമിങ് കൊടുക്കണതാണ് വളരെ നല്ലത്. കാരണം 1 ആണ് ഡിറ്റെങ്കിൽ കാർബണിൻ്റെ എങ്കിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യേണ്ട, ജസ്റ്റ് പ്രൊപ്പിന്ന് എഴുതിയാലും മാർക്ക് ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് പ്രകാരവും നിങ്ങളുടെ സിലബസ് പ്രകാരവും നിങ്ങളോട് നെയിമിങ് കൊടുക്കാൻ പറയുന്ന ഈ രീതിക്കാണ്. അപ്പം നിങ്ങൾ ഈ ഫോമാറ്റ് നെയിം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ വേർഡ് റൂട്ട് പ്ലസ് ആ എവിടെയാണോ നിങ്ങളുടെ അൺസാച്ചുറേഷൻ വന്നത് അതിൻ്റെ നമ്പർ പ്ലസ് നിങ്ങളുടെ സഫിക്സ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണോ? നിങ്ങൾ നോട്ടിൽ നിങ്ങൾ ഇതിപ്പോൾ ബോർഡ് കാണാണ്ട് സ്വയമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കോ. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയതാണ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് ഇവിടെ സൂക്ഷിച്ചു നോക്കുക. നമുക്കൊരു കാർബൺ ചെയിൻ തന്നിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇവർ ആരാ? ഇത് അൺസാച്ചുറേറ്റഡ് ഒരു കാർബൺ ചെയിൻ ആണെന്ന് മനസ്സിലായി. ആൻഡ് തന്നേക്കുന്ന ബോണ്ട് ഏതാ? ട്രിപ്പിൾ ബോണ്ട് ആണ്. അൺസാച്ചുറേറ്റഡ് കാർബൺ ചെയിൻ ആണെങ്കിൽ അൺസാച്ചുറേറ്റഡ് കാർബണിന് ലീസ്റ്റ് നമ്പർ കിട്ടണം. നമുക്ക് നമ്പർ ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കാം. തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5. 2 ആണോ 3 ആണോ വലുത്? 2 ആണോ 3 ആണോ ചെറുത്? 2 ആണ് ചെറുത്. അപ്പം നമുക്ക് ഏത് ഡയറക്ഷനാ? നമുക്ക് എഗെയിൻ ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷനാണ്, നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, കൗണ്ട് ചെയ്ത് 1 2 3 4 5 അങ്ങനെ ഞാൻ ചെയ്തു. അപ്പം എൻ്റെ അൺസാച്ചുറേറ്റഡ് കാർബണിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനി മൊത്തം എത്ര കാർബൺ ഉണ്ട് ഇതിനകത്ത്? 5 കാർബൺ ഉണ്ട്. സോ എൻ്റെ വേർഡ് റൂട്ട് വരുന്നത് പെന്റ് എന്നായിരിക്കണം. 5 കാർബൺ ഉള്ളതുകൊണ്ട് എൻ്റെ വേർഡ് റൂട്ട് വരുന്നത് പെന്റ് എന്നായിരിക്കും. ഇനി എവിടെയാണ് എൻ്റെ അൺസാച്ചുറേറ്റഡ് കാർബൺ? ഏത് പൊസിഷനിനകത്താണ് എൻ്റെ അൺസാച്ചുറേറ്റഡ് കാർബൺ വരുന്നത്? സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പോൾ 2. പിന്നെ നെക്സ്റ്റ് അടുത്തത് എന്താണ്? എനിക്ക് സഫിക്സ് ആഡ് ചെയ്യണം. എടാ നോക്കിയടാ, എത്ര ബോണ്ടാണ് ആ കാർബൺ ചെയിനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? അൺസാച്ചുറേറ്റഡ് കാർബണിൻ്റെ ഇടയിൽ എത്ര ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഏതാണ് സഫിക്സ് ആഡ് ചെയ്യേണ്ടത്? YNE എന്നാണ്. സോ പെന്റ് 2YNE. ഇതാണ് നമ്മുടെ പെന്റ് 2E ആണ് നമ്മുടെ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്ന് പറയുന്നത്. ഈ ഒരു ഹൈഡ്രോ കാർബണിന്റെ പേരിടൽ ചടങ്ങ് കഴിഞ്ഞു. പെന്റ് 2E എന്നുള്ള പേരാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത്, ഇനിയിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയടാ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളൊരു കാർബൺ ചെയിൻ നോക്കുക. ഇവിടെ എന്താണ്? ഇവിടെയും അൺസാച്ചുറേറ്റഡ് കാർബൺ ചെയിൻ ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അൺസാച്ചുറേറ്റഡ് കാർബണിന് ലീസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഡയറക്ഷൻ മാർക്ക് ചെയ്യാണ്. ഏത് ഡയറക്ഷനിൽ പോയാലായിരിക്കും ലീസ്റ്റ് നമ്പർ അൺസാച്ചുറേറ്റഡ് കാർബണിന് കിട്ടണേ? അഗെയിൻ നമുക്ക് പോകുന്നത് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷനിലാണ്. കാരണം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചാണെങ്കിൽ 1 2 3 ആയിരിക്കും കിട്ടുന്നത്. അതേസമയം ഞാൻ ലെഫ്റ്റ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ
1 2 എൻ്റെ ലീസ്റ്റ് നമ്പർ വരുന്നത് 2 ആണ്. സോ എൻ്റെ അൺസാച്ചുറേറ്റഡ് കാർബണിന് 2 കിട്ടും. 2 ആണോ 3 ആണോ ചെറുത്? 2 ആണ് ചെറുത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 കിട്ടാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ 1 2 3 4 5. മുമ്പ് പറഞ്ഞ പോലെ തന്നെ 5 കാർബൺ ഉണ്ട്. അപ്പൊ എന്ത് വേർഡ് റൂട്ടാ വരിക? പെന്റ് എന്നാണ് വരേണ്ടത്. എന്ത് വേർഡ് റൂട്ടാ വരേണ്ടത്? പെന്റ് എന്നാണ് വരേണ്ടത്. അപ്പൊ പെന്റ് എന്ന് വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നെക്സ്റ്റ് ഞാൻ നോക്കേണ്ടത് ഏതാ? എത്രാമത്തെ പൊസിഷനിലാണ് എൻ്റെ അൺസാച്ചുറേറ്റഡ് കാർബൺ വരണേന്ന്. അൺസാച്ചുറേറ്റഡ് കാർബൺ എത്രാമത്തെ പൊസിഷനിലാണ് മക്കളെ വരുന്നത്? സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പൊ രണ്ടാമത്തെ പൊസിഷൻ. പിന്നെയും ഒരു ഹൈഫൺ എന്താണെന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക. കാരണം ന്യൂമറിക്കലും ഒരു വേർഡിങ്ങും വരുമ്പോൾ അതിനിടയിൽ ഹൈഫൺ മസ്റ്റ് ആയിട്ട് ഇടണം. ഹൈഫൺ ഇട്ടില്ലെങ്കിൽ IUPAC ഫോമാറ്റ് തെറ്റിപ്പോകുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുന്ന പെന്റ് 2 പിന്നെ ഹൈഫൺ. ഇനിയിപ്പോൾ ഏത് ബോണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്? ഡബിൾ ബോണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട സഫിക്സ് എന്തായിരിക്കണം? ENE ആയിരിക്കണം. എന്താണ്? ENE. അങ്ങനെ നമ്മൾ പേര് മൂന്നാമത്തേൻ്റെ ഇട്ടു. പെൻ 2 ENE എന്നാണ് ഈ കുട്ടിയുടെ ഇപ്പം പറന്നു വീണ ഈ ഒരു കൊച്ചിൻ്റെ പേര്. പേരിടൽ ചടങ്ങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുന്നു. പെൻറ്റ് 2 EN. പെൻറ്റ് 2 EN തന്നെയാണോ നിങ്ങൾക്ക് പേപ്പറിൽ എഴുതിയപ്പോൾ കിട്ടിയത്? ആണെങ്കിൽ നിങ്ങൾക്ക് ശരി ഉത്തരമാണ്. ഇഷ്ടമുള്ള അത്രയും മാർക്ക് നിങ്ങൾ എടുത്തോ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ പ്രകാരം ഇവിടെ നമുക്ക് ഒരു കാർബൺ ചെയിൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബ്രാഞ്ചും തന്നിട്ടുണ്ട്. എന്താണ്? ഒരു മെയിൻ കാർബൺ ചെയിനും ഉണ്ട്, അതുപോലെ തന്നെ അതിന് കുറച്ച് ബ്രാഞ്ചും ഉണ്ട്. മെയിൻ കാർബൺ ചെയിൻ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കാർബൺസ് ലിങ്ക് ചെയ്തിട്ടുള്ള ചെയിൻ ആയിരിക്കും മെയിൻ ചെയിൻ. പിന്നെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ആ മെയിൻ ചെയിൻ കണക്ട് ചെയ്യുന്ന അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ഉള്ള ബ്രാഞ്ചുകളാണ്. അതായത് ഒരു മരം നോക്കുക, മരത്തിന്റെ ട്രങ്ക്, അതിന്റെ സൈഡിൽ നിന്ന് മരം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ടോളസ്റ്റ് ആയിട്ടുള്ളതാണ് അതിന്റെ ട്രങ്ക് ആയിട്ട് വരിക. ബ്രാഞ്ച് എന്ന് പറയുന്നത് അതിനെ കണക്ട് ചെയ്തിട്ടുള്ള അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ശാഖകളായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ ചെയിൻ ഏതാ, അതായത് ഏറ്റവും കൂടുതൽ കാർബൺ കണക്ട് ചെയ്തിട്ടുള്ള ചെയിൻ ഏതാന്ന് നോക്കുക. അത് ഈ നേരെ കാണുന്ന ഇങ്ങനെ നമ്മളുടെ ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന ഈ നീളത്തിൽ കിടക്കുന്ന ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. ആ ചെയിനകത്ത് എത്ര കാർബൺ ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക. 1 2 3 4 5 5 കാർബൺ ഉണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്പറിങ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്മുടെ മെയിൻ ചെയിൻ കണ്ടുപിടിച്ചു. 5 കാർബൺ ഉള്ളതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഇങ്ങനെയൊക്കെ മെയിൻ ചെയിൻ വരും കേട്ടോ. എപ്പോഴും ഈ ഒരു ഡയറക്ഷനിലല്ല മെയിൻ ചെയിൻ വരുന്നത്. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ മെയിൻ ചെയിൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ താഴത്തേക്ക് എനിക്ക് കൊണ്ടുവരാം. എനിക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ മെയിൻ ചെയിൻ കൊണ്ടുവരാം. പക്ഷെ നിങ്ങളൊന്ന് നോക്കിക്കേ, വളഞ്ഞു പൊളഞ്ഞല്ല, നമ്മളൊന്നിങ്ങനെ L ഷേപ്പ് ഒരു 2 എൻഡ് എന്തായാലും മെയിൻ ചെയിന് വേണം. അപ്പോൾ ഇങ്ങനെ ഞാൻ എടുക്കുവാണെങ്കിൽ, അതായത് ഈ ഡയറക്ഷൻ എടുക്കുവാണെങ്കിൽ ഇത് മെയിൻ ചെയിൻ ആവുമോ? 3 കാർബണേ വരുന്നുള്ളൂ. ഈ ഡയറക്ഷൻ എടുത്താലും 3 കാർബണേ വരുള്ളൂ. ഇനി ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ എടുത്താൽ 1 2 3 4 കാർബണേ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാ രീതിയിലും എടുത്തു നോക്കണം. L ഷേപ്പും എല്ലും നീളത്തിലും ഒക്കെ ഒന്ന് എടുത്തു നോക്കണം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞു, നീളത്തിൽ തന്നെ എപ്പോഴും കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കെമിസ്ട്രിക്കാരെ സംബന്ധിച്ചോളം ക്വസ്റ്റ്യൻസിൽ ട്വിസ്റ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും രീതിയിൽ എവിടെ നിങ്ങളുടെ മാർക്ക് കളയാമെന്നാണ് നോക്കുക. അപ്പോൾ നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ നീളത്തിൽ കിടക്കുന്ന ചെയിൻ ആയിരിക്കില്ല എപ്പോഴും. മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺസ് കണക്ട് ചെയ്തിട്ടുള്ള ചെയിൻ ഏതോ ആ ചെയിനാണ് മെയിൻ ചെയിൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചേക്കുന്ന ഈ ഒരു കേസിൽ നീളത്തിൽ കിടക്കുന്ന ഈ ചെയിൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്പറിങ് ആണ്. നമ്പറിങ് കൊടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനത്തെ ആൽക്കൈൽ ബ്രാഞ്ചസ് വരുന്ന കേസിൽ, ബ്രാഞ്ചുകളുടെ കേസിൽ നമ്പർ കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രാഞ്ചിനായിരിക്കണം ലീസ്റ്റ് നമ്പർ കിട്ടേണ്ടത്. നമ്പർ കൊടുക്കുമ്പോൾ ബ്രാഞ്ചുകൾക്ക് ലീസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പർ കൊടുക്കാൻ. അപ്പൊ ഏത് ഡയറക്ഷനിൽ കൊടുത്താലാണ് ബ്രാഞ്ചുകൾക്ക് ലീസ്റ്റ് നമ്പർ പോകുന്നത്, അതായത് ബ്രാഞ്ചുകൾ കണക്ട് ചെയ്തേക്കണ കാർബണിന് ലീസ്റ്റ് നമ്പർ, അതാണ് ബ്രാഞ്ചിന്റെ നമ്പർ. അപ്പോൾ ഏത് ഡയറക്ഷനിൽ ചെയ്യുമ്പോഴാണ് ബ്രാഞ്ചുകൾക്ക് ലീസ്റ്റ് നമ്പർ കൊടുക്കണേ എന്ന് നോക്കുക. അപ്പൊ നോക്കുക, ഞാൻ ആദ്യം റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ 1 2 3 4 5 എനിക്ക് 3ലും 4ലും ബ്രാഞ്ച് വരുന്നത്. ഇനി ഞാൻ തിരിച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുവാണെങ്കിൽ 1 2 3
4 5. എനിക്ക് 2ലും 3ലും ആണ് എൻ്റെ ബ്രാഞ്ച് വരണത്. എടാ 2ഉം 3ഉം ആണോ അതോ 3ഉം 4ഉം ആണോ ഏറ്റവും വലുത്? അല്ല ഏറ്റവും ചെറുത്? 2ഉം 3ഉം ആണ്. ചെറുത് നോക്കണം, നമ്മൾ ലീസ്റ്റ് എടുക്കണം. അപ്പോൾ 2ഉം 3ഉം ആണ് എൻ്റെ ഈ ഒരു ബ്രാഞ്ചിൽ. എൻ്റെ ബ്രാഞ്ചസ് വരുന്നത് 2 വരുന്നത് 2 പൊസിഷനിലും, അതുപോലെ തന്നെ മൂന്നാമത്തെ ബ്രാഞ്ച് വരുന്നത് 3rd പൊസിഷനിലുമാണ്. എന്താണ്? ആദ്യത്തെ 2 ബ്രാഞ്ചും വരുന്നത്, 2 ബ്രാഞ്ചും ഒരു കാർബണിലേക്ക് അറ്റാച്ച്ഡ് ആയേക്കണേ. അപ്പോൾ 2ഉം 2nd പൊസിഷനിലാണ് 2 ബ്രാഞ്ചും അറ്റാച്ച്ഡ് ആയേക്കണേ. മൂന്നാമത്തെ ബ്രാഞ്ച് അറ്റാച്ച്ഡ് ആയേക്കണേ 3rd പൊസിഷനിലുമാണ്. ഇനി ഇതിന്റെ പേര് ഞാൻ എങ്ങനെ ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് ബ്രാഞ്ച് വന്നേക്കണതിന്റെ നമ്പർ എഴുതണം. അതായത് ഏത് മെയിൻ കാർബണിലേക്കാണോ, അതായത് മെയിൻ ചെയിനിലുള്ള ഏത് കാർബണിലേക്കാണോ നമ്മുടെ ഈ ബ്രാഞ്ച് കണക്ട് ആയേക്കണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ബ്രാഞ്ചിന്റെ നമ്പർ. സോ ബ്രാഞ്ചിന്റെ നമ്പർ, ആ പൊസിഷൻ ഏതാന്ന് നമ്മൾ നോക്കണം. എവിടേക്കാ വന്നേക്കണേ? ആദ്യത്തെ 2 ബ്രാഞ്ച് 2nd പൊസിഷനിലാണ് വന്നേക്കണേ. അപ്പൊ 2 പ്രാവശ്യം നമ്മൾ 2 എഴുതണം. മൂന്നാമത്തെ ബ്രാഞ്ച് വന്നേക്കണത് 3rd പൊസിഷനിലാണ് വന്നേക്കണേ. സോ 2 2 3 എന്ന് എഴുതി ഒരു ഹൈഫൺ ഇടുക. ഇനി അടുത്തത് കൊടുക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മക്കളെ ഏതാണ് നമ്മുടെ ബ്രാഞ്ച്? ബ്രാഞ്ച് ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഏത് ആൽക്കൈൽ ഗ്രൂപ്പാ? ഒരു കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ച പേരാണ് മീഥൈൽ. 2 ആകുമ്പോൾ ഈഥൈൽ, 3 വരുമ്പോൾ പ്രൊപ്പൈൽ. ഐൽ എന്നുള്ള വാക്ക് നിങ്ങൾ പ്രൊപ്പിന്റെ ഒക്കെ കൂടെ ചേർത്താൽ മതി. ആൽക്കൈൽ ഗ്രൂപ്പ്സിനെ അങ്ങനെയാണ് ചേർക്കണം. അതായത് നമ്മൾ ആ വേർഡ് റൂട്ട് പ്രകാരം പഠിച്ചില്ലായിരുന്നോ? ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ മെത്ത്. ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഈ മെത്തിന്റെ കൂടെ YL, വൈ ആണ് മിസ്സിന്റെ, YL ചേർക്കുക. സെക്കൻഡ് ആണെങ്കിൽ എത്ത് എന്ന് പഠിച്ചില്ലേ, 2 കാർബൺ വന്ന ആ എത്തിന്റെ കൂടെ YL. 3 ആണെങ്കിൽ പ്രൊപ്പ് ഇപ്പം എഴുതുക, പിന്നെ YL, പ്രൊപ്പൈൽ. ഇങ്ങനെ ഓർത്താൽ മതി. മീഥൈൽ, പ്രൊപ്പൈൽ, ഈഥൈൽ, അങ്ങനെ 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 വരും. സോ ഇവിടെ നമുക്ക് ആരെയാ കൊടുത്തേക്കണേ? ഒരു കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ്, വിച്ച് ഇസ് മീഥൈൽ. അപ്പോൾ മീഥൈലിന് എഴുതുക. മീഥൈലിന് ചുമ്മാ എഴുതിയാൽ മതിയോ? ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണോ? 3 മീഥൈൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ 3 ഉണ്ടെന്ന് ഡിനോട്ട് ചെയ്യണം. അപ്പൊ 3 മൾട്ടിപ്പിൾ ബ്രാഞ്ചിന്റെ കേസിൽ, അതായത് മൾട്ടിപ്പിൾ ആൽക്കൈൽ ബ്രാഞ്ചസ് വരുമ്പോൾ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണെങ്കിൽ, 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ് ബ്രാഞ്ച് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഡൈ എന്ന് കൊടുക്കും. 2 ആൽക്കൈൽ കേസ് ആണെങ്കിൽ ഇതൊന്ന് മായ്ച്ചേക്കാം. 2 ആൽക്കൈൽ കേസ് ആണെങ്കിൽ 2 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഡൈ എന്ന് കൊടുക്കും. 3 ആണെങ്കിൽ ട്രൈ എന്ന് കൊടുക്കും. ഇനി 4 ആണെങ്കിൽ നമ്മൾ ടെട്ര എന്ന് കൊടുക്കും. ഓക്കെ, നമുക്ക് 4 വരെ വരുള്ളൂ, നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? 3 ഉണ്ട്. എത്ര പേരുണ്ട്? 3 ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രൈ മീഥൈൽ എന്നും കൂടെ കൊടുക്കണം. 3 മീഥൈൽ ഗ്രൂപ്പാ, പക്ഷെ 3 പേര്, അതായത് ഒരു ഈഥൈലൊക്കെ വന്നതിന് ആദ്യം ഇതിപ്പോൾ ഈഥൈലാണ് വന്നേക്കണമെങ്കിൽ അത് ഞാൻ നെക്സ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സോ ഇപ്പം ഇവിടെ 3 ആൽക്കൈൽ ഗ്രൂപ്പും നമ്മുടെ മീഥൈലാണ്. അപ്പം 3 ഉണ്ടെന്ന് ഡിനോട്ട് ചെയ്യാൻ ട്രൈ എന്ന് കൊടുത്തു, ട്രൈ മീഥൈൽ എന്ന് കൊടുത്തു. ആൻഡ് നെക്സ്റ്റ് ഇനി നമുക്ക് മെയിൻ ചെയിനിന്റെ പേരിടാം. മെയിൻ ചെയിൻ എത്ര? 5 കാർബൺ ഉള്ളതുകൊണ്ട് പെന്റ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ മെയിൻ ചെയിനിലുള്ള എല്ലാ കാർബൺസും സിംഗിളി ബോണ്ടഡ് ആണ്, അതുകൊണ്ട് എ എന്ന് കൊടുത്തു. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത്, നമ്മൾ പേരിട്ട് കഴിഞ്ഞു. ഈ ഒരു ലാസ്റ്റത്തെ 4ാമത്തെ ഹൈഡ്രോ കാർബണിന്റെ പേരെന്ന് പറയുന്നത് 2,2,3 ട്രൈ മീഥൈൽ പെൻറ്റെയിൻ. അങ്ങനെ ആ നെയിമിങ് സെറമണിയും കഴിഞ്ഞു. അതാണ് നമുക്ക് വരുന്ന ലാസ്റ്റത്തെ വരുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നോ? സപ്പോസ് ഇവിടെ ഈ CH3ക്ക് പകരം ഒരു ഈഥൈൽ ഗ്രൂപ്പ് ആണെന്ന് വെക്കുക. അതായത് CH2 CH3 CH2 CH3 ഒരു ഈഥൈൽ ഗ്രൂപ്പാന്ന് വെക്കുക. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ CH2 CH3 ഒരു ഈഥൈൽ ഗ്രൂപ്പാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ നമുക്ക്
എങ്ങനെയായിരിക്കും ഇതിൻ്റെ നെയിമിങ് വരുന്നത്? ആദ്യത്തെ പോലെ തന്നെ, ആദ്യത്തെ നമ്മൾ നമ്പറിങ് ഒക്കെ സെയിം രീതിയിൽ നമുക്ക് ലീസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ എഴുതി. അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ നോക്കി എവിടെയാണ് ഏത് പൊസിഷനിലാണ് വരുന്നത് എന്ന് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ എഴുതാൻ പോകുന്നത് ആദ്യത്തെ 2 പൊസിഷനിൽ ആരുണ്ട്? മീഥൈൽ ഗ്രൂപ്പാ. ആ 2 എഴുതി ഇവിടെ. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നത് അപ്പോൾ 2 ഒരു കാര്യം കൂടി ഇവിടെ നോട്ട് ചെയ്യണം. കാരണം ഇതൊരു എക്സെപ്ഷൻ കേസാണ്, എന്തായാലും വരില്ല നിങ്ങൾക്ക്. സോ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവുകയാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോ. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു കാര്യം കൂടെ, ഞാനൊരു കാര്യം മറന്നുപോയി. 2 നമ്മളുടെ മീഥൈലിന്റെ ഫോം എഴുതുന്നതിന് മുമ്പ് മീഥൈലിന്റെ ആൽഫബറ്റിക് ഓർഡറിലാണ് എഴുതുന്നത്. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു ആൽഫബറ്റിക് ഓർഡറിലാണ് എഴുതുന്നത്. സോ മീഥൈൽ ആണോ ആദ്യം മീഥൈൽ ആണോ ആൽഫബറ്റിക് ഓർഡർ വരുമ്പോൾ ഇ ആണോ എം ആണോ ഫ്രണ്ടിൽ വരേണ്ടത്? സ്വാഭാവികമായിട്ടും ഇ ആണ് ഫ്രണ്ടിൽ വരേണ്ടത്. അപ്പം നമ്മൾ ഇവിടുത്തെ കേസിൽ നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഈഥൈലിന്റെ നമ്പറും ഈഥൈലിന്റെ പൊസിഷനും കാര്യങ്ങളുമാണ് കൺസിഡർ ചെയ്യാവുള്ളൂ. കാരണം ഈഥൈൽ ഇ ആണ് ഫ്രണ്ടിൽ വരുന്നത്. ABCD പഠിച്ചിട്ടില്ലേ? അതിനകത്ത് ഇ അല്ലേ ആദ്യം കയറി വരണേ. ഇപ്പം ഇ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഈഥൈൽ ആൽക്കൈൽ ഗ്രൂപ്പാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 3 ഈഥൈൽ പിന്നെയും ഹൈഫൺ. ഇനി വരേണ്ടത് 2 മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും വന്നേക്കുന്ന സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പോൾ ആദ്യത്തതും സെക്കൻഡ് പൊസിഷനിൽ, രണ്ടാമത്തതും സെക്കൻഡ് പൊസിഷൻ. സോ 3 ഈഥൈൽ 2 പിന്നെ വരേണ്ടത് ആ 2 എന്താണ്? മീഥൈലാണ്. പിന്നെ ബാലൻസ് വരേണ്ടത് നമ്മുടെ മെയിൻ കാർബൺ ചെയിൻ്റെ പേര്. 5 കാർബൺ ഉള്ളതുകൊണ്ട് പെൻറ്റ്, എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. സോ അങ്ങനെ പേരിട്ടു 3 ഈഥൈൽ 2 മീഥൈൽ പെൻറ്റെയിൻ. ഇതാണ് നമ്മളുടെ ഈ 4 അല്ല, ഇപ്പം ഞാൻ 5 പറഞ്ഞു. 5 പേര് വരുന്നത്. ഒരു എക്സെപ്ഷൻ ആണ് കേട്ടോ, ഈ 5 പേര് വരേണ്ടത്. അപ്പം ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയാണ് നമ്മൾ ഇത്രയും നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം, അതായത് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് മിസ് ഈ ബോർഡിൽ ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്ത് വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞത് വളരെ, അതായത് അരച്ച് കലക്കി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്നാണ്. ഇനി നിങ്ങൾക്ക് ഇടയിൽ എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഈ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം, ഈ ഒരു സെഷൻ മൊത്തം കണ്ടതിന്, ഈ ഒരു പാർട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമതൊന്നും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വേണമെങ്കിൽ ഈ വീഡിയോ ഫുൾ ഇന്ന് കാണുക, അല്ലെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്ത് ഈ ഒരു പാർട്ട് മാത്രമായിട്ട് ഇതിൻ്റെ ഒന്ന് ആൻസർ അറിഞ്ഞു വെച്ചിട്ട് കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കുകയേ വേണ്ട. നിങ്ങൾക്ക് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ തന്നാലും ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമുക്കൊരു ഫിഗർ തന്നിട്ട് എപ്പോഴും പേരിടാൻ മാത്രമല്ല വരുന്നത്, ഇത് തിരിച്ചും ചോദിക്കും. അതായത് പേര് തന്നിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കാനും ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് സെഷൻ, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ ചോദിക്കാം. കൂടുതൽ നമ്മൾ കണ്ടേക്കുന്ന ഈ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് അർത്ഥം. ഓക്കെ, താങ്ക് യു.